3 മാസം ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാനും അതിൽ കയറാനും ഇറങ്ങാനുമായി വേണ്ടി വരും. നമ്മൾ ബ്രഷ് ചെയ്യൂലേ, ആ സമയം 60 കൊല്ലം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എടുത്താൽ 3 മാസം കണ്ടിന്യൂസ് ബ്രഷ് ചെയ്ത പോലെയാണ്, നോൺ സ്റ്റോപ്പ് 3 മാസം. സുബ്ഹാനല്ലാഹ്. നഗരങ്ങളിൽ സിറ്റി ബസ്സുകൾ കാത്തിരിക്കുന്നത്, നടക്കാൻ നമ്മുടെ ടൗണിൽ സഞ്ചരിക്കാനുള്ള നഗരങ്ങളിലെ ബസ്സുകൾ, കോഴിക്കോട്ടെ പച്ച ബസ്സില്ലേ, എറണാകുളത്ത് ചുവന്ന ബസ്സാണല്ലേ, പല നഗരങ്ങളിലും പല കോലാണ്. 5 മാസം നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. 5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യില്ല. സ്കൂൾ കുട്ടികളൊക്കെ ബസ് വരുമെന്ന് വിചാരിച്ചിട്ട് 5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. 60 വയസ്സിനിടയിൽ നമ്മുടെ ബ്ലോക്കുകളൊക്കെ ഉള്ള റോഡാണെങ്കിൽ പറയും വേണ്ട. ഒരു മനുഷ്യൻ കുളിക്കാനെടുക്കുന്ന സമയം 60 വർഷത്തിനിടക്ക് കുളിപ്പുരയിൽ ബാത്റൂമിൽ മാത്രം ചെലവഴിക്കുന്നത് 6 മാസമാണത്രേ. 6 മാസം കുളിക്കാൻ, വസ്വാസം കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. 6 മാസം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പത്രം വായിക്കുന്നത്, പുസ്തകം വായിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളുകളെ കുറിച്ചല്ല, സ്വാഭാവികമായ വായന, പത്രം, മാഗസിൻസ്, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് 2 വർഷമാണെന്നാണ്. കാരണം പെണ്ണുങ്ങളൊക്കെ പുസ്തകമായി ഖുർആൻ ഓതാൻ ഇരുന്നാൽ തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുന്നതാണ്. സീരിയൽ കാണുമ്പോൾ ഉറക്കം വരാതിരുന്നാലും ഒരു അര പാരഗ്രാഫ് വായിച്ചാൽ ഉറക്കം വരുന്നതാണ്. ഉറക്കഗുളിയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല എന്നാ ഇപ്പോഴത്തെ കാലത്ത്. വായിച്ചാൽ മതി. പുസ്തകം വായിച്ചാൽ ഉറക്കം വരുന്നു. എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാതായിട്ടേ ഇവർക്ക് ഭയങ്കര പ്രയാസം, സ്റ്റാർട്ട് ആവണില്ല, അപ്പോഴേക്കും ഉറക്കം വരികയാണ്. സുബ്ഹാനല്ലാഹ്. 2 വർഷമാണ് സാധാരണ വായനക്കെടുക്കുന്ന സമയം. മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം 4 വർഷമാണ്. സാധാരണ ഭക്ഷണം കഴിക്കലാണ്. റെസ്റ്റോറന്റുകളിൽ ഒരു ഡിന്നർ, രാത്രി സമയത്ത് ഒരു ഡിന്നർ കഴിക്കാൻ 1.5 മണിക്കൂർ, അരമണിക്കൂർ വെയിറ്റിംഗ്, പിന്നെ ഒരു അരമണിക്കൂർ ചാറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് വെറുതെ സ്വറ പറഞ്ഞിരുന്ന ഒരു അരമണിക്കൂറും. ഭക്ഷണം കഴിക്കൽ ഒരു ജോലിയാണല്ലോ ഇപ്പോ. അങ്ങനെയാണ്. 1 മണിക്കൂറൊക്കെ ഭക്ഷണം, 2 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. അവരെ പറ്റിയല്ല, സ്വാഭാവികമായ ഭക്ഷണം കഴിക്കുന്ന സമയം 4 വർഷമാണ്. സുബ്ഹാനല്ലാഹ്. സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ അങ്ങാടിയിലേക്ക് പോകുന്നത്, വരുന്നത്, ഷോപ്പിംഗ് മാളിലൂടെ നടക്കുന്നത്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, മനുഷ്യൻ ജോലി ചെയ്യുന്ന സമയം നോക്കിയാൽ 9 വർഷം നമ്മൾ ഭക്ഷണം തേടിയുള്ള ജോലിയിലാണ്. 60 വർഷത്തിൽ ഉറങ്ങുന്നത് കൂടെ അവസാനമായി കണക്കാക്കുകയാണ്. എത്ര ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത്? 60 കൊല്ലത്തിൽ ഉറങ്ങുന്ന സമയം 20 കൊല്ലം ഉറങ്ങുകയാണെന്നാ. 20 വർഷം 20 വർഷം ഉറങ്ങിപ്പോയി. അന്നം തേടി 9 വർഷം, 29. തിന്നാൻ വേണ്ടി ഒരു 4 കൊല്ലം, 33. ഒരു 6 മാസം കുളിപ്പുരയില് 33.5. ഒരു 5 മാസം ബസ് ഷെഡിൽ വെയിറ്റ് ചെയ്തിട്ടും, ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ടും. അങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ആയുസ്സിൽ ചെറിയൊരു ഭാഗമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. 60 വയസ്സാണ് ഈ പറഞ്ഞത്. അത് സ്വാഭാവികമായ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമah. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കാലൊരു മനുഷ്യന് എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. ആയുസ് എവിടെയാണ് നശിപ്പിച്ചത് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയാതെ അള്ളാഹു ചാല വിടില്ലത്രേ. എവിടെ നശിപ്പിച്ചത്? അടിച്ചു പൊളിക്കുക എന്ന് പറയില്ലേ? ഒരു പോരൊക്കെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തല്ലി തകർക്കുക എന്നാണ്. തല്ലി തകർക്കൽ ഒരർത്ഥാണ്, അടിച്ചു പൊളിക്കൽ വേറെ അർത്ഥമാണ് അല്ലേ? അപ്പൊ അങ്ങനെ പറയാം. തകർക്ക, ഇല്ലാതെയാക്കാൻ, സമയം കൊല്ലാൻ. എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത് സമയമെന്ന് അള്ളാഹു ചോദിക്കും. അല്ലാഹുവേ, അല്ലാഹുമ്മ അൽഹിംനാ ജവാബന, റബ്ബേ അതിനൊക്കെ ഉത്തരം പറയാൻ തൗഫീഖ് താ പടച്ചവനെ. ഉലമാ പറയാണ്, 1 വർഷം, 2 വർഷം, 5 വർഷം, 10, 50, 100 കൊല്ലങ്ങൾ ജീവിച്ചു എന്നതല്ല ഒരു മനുഷ്യന്റെ ആയുസ്.
ആയുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ അതിൽ സൽക്കർമ്മം ചെയ്തത് ആ സമയമാണ് നിങ്ങളുടെ ആയുസ്. അത്രേ നിങ്ങളുടെ ആയുസ്സുള്ളൂ. അല്ലാതെ ചോറും കഞ്ഞും കുടിച്ചത് ഉറങ്ങിയതും കിടന്നതും മൃഗങ്ങളും പക്ഷികളൊക്കെ ചെയ്യുന്നില്ലേ? മനുഷ്യന്റെ ആയുസ് എന്നത് എത്ര കാലം ജനിച്ചത് മുതൽ മരണം വരെയുള്ള ദിവസങ്ങളല്ല. ഇതിനിടയിൽ എത്ര സമയമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി, എത്ര സമയമാണ് മറ്റുള്ളവനെ സഹായിക്കാൻ, എത്ര സമയമാണ് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ, എത്ര സമയമാണ് ഇൽമു പഠിക്കാൻ നമ്മൾ ചെലവഴിച്ചത്. അതാണ് 60 വയസ്സിൽ ഒരാൾ മരിക്കുമ്പോൾ ചിലപ്പോ ആ മനുഷ്യന്റെ ശരിയായ ആയുസ് 1 കൊല്ലമോ 2 കൊല്ലമോ ആയിരിക്കും. അത്രേ പണിയെടുത്തിട്ടുള്ളൂ. ഗൾഫിൽ നിന്ന് വന്നാൽ പട്ടാളക്കാരും ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്ന ആൾക്കാരും ടിവിന്റെ മുമ്പിലാണെന്നാണ്. പട്ടാളക്കാർ റിട്ടയർഡായി വന്നാലും ഗൾഫുകാർ ഗൾഫ് നിർത്തി പോന്നാലും സീരിയൽ മുഴുവനും സീരിയൽ നടീനടന്മാരും പിന്നെ സിനിമക്കാരെ പറയും വേണ്ട, എല്ലാരെയും കാണാപ്പാടാണ്. സീരിയൽ സിനിമ കാണാതിരിക്കുക, ചായ കുടിക്കുക, പോവുക, റിമോട്ടുമ കളിക്കുക. ഈ പണിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. അല്ലാഹുവേ, എന്തൊരു ദുര്യോഗമാണ്. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്കും നമുക്കും നമ്മുടെ രക്ഷിതാക്കൾക്കുമൊക്കെ മനുഷ്യന്റെ ഏറ്റവും അനുഗ്രഹം നിഅമതാൻ, 2 വലിയ നിഅമത്തുകളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകൾക്കും അതിന്റെ വിലയറിയില്ല. അധികം ആളുകൾക്കും വിലയറിയാത്ത 2 അനുഗ്രഹങ്ങൾ. നിങ്ങളുടെ വീടോ, നിങ്ങളുടെ കാറോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ കച്ചവടമോ അല്ല. വില അറിയാത്ത, എത്രയാണ് അതിന്റെ വിലയെന്ന് പറയാൻ കഴിയാത്ത, മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത 2 അനുഗ്രഹങ്ങൾ. ഒന്ന് അസ്വഹ്ഹതു, മനുഷ്യന്റെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന്റെ വില എത്രയാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. വൽ ഫറാഗ്, മനുഷ്യന്റെ ലീവുകളും വെക്കേഷനുകളും ഒഴിവ് സമയങ്ങളുമാണ്. ഇത് മനുഷ്യൻ വില മനസ്സിലാക്കാതെ നശിപ്പിച്ചു കളയുന്നവരാണ്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ, നല്ല പഠനം നടത്തുന്ന മക്കൾ, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഏതെങ്കിലും സ്റ്റഡി ടൂർ പോകുമ്പോഴാണ് വ്യഭിചാരം നുണയുന്നത്, അല്ലേ? അസ്വഹ്ഹതു വൽ ഫറാഗ്, ഒഴിവ് സമയം വരുമ്പോഴാണ് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത്. സ്കൂൾ കാലാവധിയുടെ സമയം, ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന സമയം, പണിയില്ലാതെ നടക്കുന്ന സമയം. വൽ ഫറാഗ്, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലുതാണ് ഒരു മനുഷ്യന് ഒഴിവ് സമയം കിട്ടുക എന്ന് പറഞ്ഞത്. ഉലമാ പറയുന്നുണ്ട്, അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞു, ഒഴിവ് സമയം എന്നത് അല്ലാഹു തന്ന നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം ആ ഒഴിവ് സമയത്തിൽ തിന്മയെ നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലെ സന്തോഷം അല്ലാഹു എടുത്തു കളയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിരിക്കാൻ. സമാധാനം എടുത്തുകൾ. ഒഴിവ് സമയമായിരുന്നു എന്നാ പോയിട്ട് സിനിമ കാണില്ലേ? കോഴിക്കോട്ടുകാരൊക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്കിവിടെ ഈ കോഴിക്കോട് ടൗണുമായൊരു കുറച്ച് കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. ദാറുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെ വെള്ളയിലെ മെട്രോ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് നമ്മുടെ വെള്ളയിൽ റോഡില്. ഞാൻ അവിടെ ജുമാക്ക് ഖുതുബക്ക് 5-6 കൊല്ലം സ്ഥിരം വന്നുപോയിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഇച്ചിരി ചെറുപ്പക്കാരുടെ കുരുത്തക്കേടൊക്കെ നമുക്കറിയും എന്തൊക്കെയാണ് അതൊക്കെ. അത് അന്നത്തേതിനേക്കാൾ ഇപ്പൊ കൂടിയിട്ടുണ്ടാവും. അതൊരു 12 കൊല്ലം മുമ്പത്തെ കഥയാണ്. സുബ്ഹാനല്ലാഹ്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ഇവിടെ സിനിമയ്ക്ക് പോകലൊരു ആഹാരമാണെന്നാണ്. ഒരു പടം കാണാൻ പോണ്ടെന്ന് പറയാം. അത് നിക്കാഹ് കഴിയേണ്ട നിശ്ചയം കഴിഞ്ഞാൽ തന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോകും ചെയ്യും. അത് കൂളാണ്, അതിൽ പ്രയാസമൊന്നും ഇല്ലല്ലോ. സിനിമ കാണണ്ടേ? പവിത്രമായൊരു ബന്ധത്തിലേക്ക് വരികയാണ്. അത് നേരെ പിശാച്ചിന്റെ കൂട്ടത്തെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം ഞാനോട് ചേർത്ത് പറയണേ. ഞാൻ അറിയുന്നൊരു സുഹൃത്തുണ്ട് ഒമാനിലെ സലാലയിൽ. അദ്ദേഹം തിരുവനന്തപുരക്കാരനാ, ചെറുപ്പക്കാരനാണ്, മുസ്ലിമായി വന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 23 years ഇത്രയായിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, മുസ്ലിമായിട്ടുണ്ട്, നല്ല ഈമാനാണ്. സംസാരിച്ചപ്പോ പറഞ്ഞു, പള്ളിയിൽ നിന്ന് മുസ്ലിമീങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണുമ്പോ, ജുമുഅ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണുമ്പോ ഇവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു പ്രകാശാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ മുസ്ലിം ആവാനുണ്ടായ ഒരു കാരണം അതാണെന്ന്. അതേപോലെ ഞാൻ സിനിമാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരെയും നോക്കാറുണ്ട്. 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കോമഡിയും ചിരിയൊക്കെ കണ്ടിട്ട് ഇടിയും തൊഴൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്, സന്തോഷം കൊണ്ട് ഇറങ്ങി വരികയാണ്.
സിനിമാ തിയേറ്ററിൽ നിന്ന് കണ്ണും തിരുമ്മി പുറത്തിറങ്ങുമ്പോ മനുഷ്യരുടെ മുഖത്ത് ഞാൻ ഇരുട്ട് കാണുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മുഖത്ത് വെളിച്ചം കാണുന്നുണ്ട്. ഇവിടം സത്യമുണ്ടല്ലോ എന്ന് അന്വേഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ആദ്യത്തെ വസ്തുത പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവന്റെ മുഖത്തെ പ്രകാശവും സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവന്റെ മുഖത്തെ ഇരുട്ടുമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അത് ആലോചിച്ചിട്ടുണ്ടോന്ന് അല്ലാഹു ആലം. ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ദീനിനെ വീക്ഷിക്കുകയാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. എവിടെയാണ് ജീവിതം തുലച്ചു കളഞ്ഞത്? എത്രയാണ് ബാറിൽ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞത്? എത്ര പൈസയാണ്? ഞാൻ ഷൊർണൂരിൽ നിന്ന് വരികയാണ്. അപ്പൊ ചെറിയൊരു പീഡികത്തിന് ഈ സ്റ്റെപ്പിന്റെ അത്ര സ്ഥലമുള്ളൂ. ഈ സ്റ്റെപ്പിന്റെ അത്ര സ്ഥലം ഒരു പീഡികത്തിന്നയിൽ ചെറിയൊരു ഇടയിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് കൂടെയുള്ള ആളോട് പറഞ്ഞു, വല്ലാത്ത അത്ഭുത റബ്ബേ, ഈ പീഡികത്തിന്നയിൽ ചുരുണ്ടു മടങ്ങി കിടക്കുക. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡില്. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം 3-3:30 മണിക്കാണ് ഇപ്പൊ ഈ സംഭവം കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ അത് കള്ളു കുടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ആ അത്ര അടിയിൽ കിടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൾ കിടക്കൂല. അവിടെ സ്ഥിരം കള്ളു കുടിക്കണ മനുഷ്യനാണ്, കള്ളു കുടിച്ചിട്ട് ചുരുണ്ടു മടങ്ങി കിടക്കുകയാണ്. ജീവിതം കള്ളു കുടിച്ച് നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട്. തെരുവിലും അങ്ങാടിയിലും കിടന്നിട്ട് കള്ളു കുടിക്കന്നെ. മദ്യപാനം ഒരു പ്രശ്നമല്ല. കോഴിക്കോട്ടുകാരായ ചെറുപ്പക്കാർ വളരെ വിഷമത്തിലാണ് ഞാനത് പറയുന്നത്. നമ്മുടെ നാടാണ് കോഴിക്കോട്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ്. ഇവിടത്തെ ചെറുപ്പക്കാർ കള്ളുകുടിയന്മാരായി പോയാൽ എന്തിനാണ് ഈ സമൂഹം പറ്റുക? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലവരായ എത്രയോ ആയിരക്കണക്കിന് മക്കൾ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. എത്രയോ നല്ല ചെറുപ്പക്കാരികൾ ഇവിടെയുണ്ട്. ആ നന്മ അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. മദ്യപാനം വലിയൊരു വിഷയമല്ലേ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ. നിഅമതാനി, അതുകൊണ്ട് 2 അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധികം ആളുകൾക്കും അതിന്റെ വില മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ 2 അനുഗ്രഹങ്ങളിൽ ഒന്ന് അസ്വഹ, മനുഷ്യന്റെ യൗവന, ആരോഗ്യമുള്ള സമയം. ആരോഗ്യമുള്ള സമയത്തിന്റെ വില വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ കാൽമുട്ടിന് വേദന വരുമ്പോഴാ ഓർമ്മ വരെ, റബ്ബേ കാൽമുട്ടിനും ഊരക്കും വേദനയില്ലാതെ, സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കേണ്ടതില്ലാതെ, ഒരു ചെയറിന്റെ സഹായം ആവശ്യമില്ലാതെ, ജനലിന്റെ കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലാതെ, എന്റെ ആയുഷിന്റെ 40 കൊല്ലമോ 50 കൊല്ലമോ ഞാൻ നടന്നുവല്ലോ, അന്നറിഞ്ഞിട്ടില്ല. അന്ന് തഹജ്ജുദ് നിസ്കാരത്തിന്റെ പുണ്യം മനസ്സിലായിട്ടില്ല. 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമായിരുന്നു. പാതിരാ നേരത്ത് കള്ളും കുടിച്ച് തോന്നിവാസം ചെയ്ത് വീട്ടിലേക്ക് പാതിരാ നേരത്ത്, രാവിലെ നേരം പുലരാൻ നേരത്ത് 4 മണി നേരത്ത് ഉമ്മയോട് വാതിൽ തുറന്നു തരാൻ പറഞ്ഞ് ഉമ്മയെ ശകാരിച്ചുകൊണ്ട്, ഭാര്യയെ ചീത്ത വിളിച്ചുകൊണ്ട്, പാതിരാത്രി മുഴുവനും കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് സല്ലപിച്ച് ചെലവഴിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ ഊരയ്ക്ക് വേദനയില്ലായിരുന്നു, കാൽമുട്ടിന് വിഷമമില്ലായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും രാവിന്റെ ഇരുട്ടിൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലുള്ളവരിലേക്ക് കാതോർത്ത് കിടക്കുന്ന നേരത്ത് തസ്ബീഹ് ചൊല്ലുന്നവരുണ്ടോ? ഏതെങ്കിലും വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ്, ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേ റബ്ബേ എന്ന് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ വിളിച്ചു പറയുന്നവരുണ്ടോ? ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, പൊറുക്കലിനെ ചോദിക്കുന്നവരുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ്. എന്നോട് മാപ്പിരക്കുന്നവരുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാനും നൽകാനും ഒരുക്കമാണെന്ന് വിളിച്ചു പറയുന്ന നേരത്ത് അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു 2 റക്അത്തിന് എങ്ങനെയാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നത്? ഊരയ്ക്ക് വേദനയായല്ലോ, നടക്കാൻ വയ്യല്ലോ, കാൽമുട്ടിന് വേദന വന്നല്ലോ. യൗവനകാലത്ത് യൗവനത്തിന്റെ വില മനസ്സിലാവാറില്ല. അതുകൊണ്ടാണ് അറബി കവി പാടിയത്, അലാ ലൈത ശബാബ യഊദു യൗമൻ, അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. എന്റെ യൗവനം എന്നിലേക്കൊന്ന് തിരിച്ചു വരുമായിരുന്നെങ്കിൽ,
എന്റെ വാർദ്ധക്യം എന്നിൽ ചെയ്തു കൂട്ടിയത്, എന്റെ കാൽമുട്ടുകൾക്ക് വേദന കൊണ്ടുവന്നത്, വാർദ്ധക്യം കൊണ്ട് ഊരയ്ക്ക് വേദന വന്നത്, വാർദ്ധക്യം കൊണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നത്, വാർദ്ധക്യം കൊണ്ട് തലകറക്കം വന്നത്, വാർദ്ധക്യം കൊണ്ട് നടക്കാൻ പറ്റാതെയായത്, എന്റെ നഷ്ടപ്പെട്ട യൗവനത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അലാ ലൈത ശബാബ യഊദു യൗമാ, എന്റെ യൗവനം ഒരു നാളിലെങ്കിലും എന്നോട് തിരിച്ചു വരുമോ? വരില്ല. ഒരു സെക്കൻഡുമായി ഒരു കവി നടത്തിയ ഒരു സംഭാഷണമുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഒരു സെക്കൻഡിനോട്, നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെക്കൻഡിന് നേരമേ നീ ഒന്ന് തിരിച്ചു വരുമോ? തിരിച്ചു വരുമോ? ഇല്ല, ഞാൻ വരുന്നില്ല. നമ്മൾ ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ് 36 സെക്കൻഡ് അല്ലേ? ഞാൻ ചോദിച്ച സമയമാണെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന സമയത്തെ നേരമാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ് കഴിഞ്ഞ് 28 സെക്കൻഡ്. ചോദിച്ച സമയവും ഉത്തരം കൊടുക്കുമ്പോഴേക്കും സമയം മാറുന്നുണ്ടെന്ന, സെക്കൻഡുകൾ മാറി വരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച സമയമാണെങ്കിൽ കൃത്യമായി പറയുമ്പോൾ ആ നേരത്തെ സെക്കൻഡാ പറയാം, ഉത്തരം പറയുമ്പോഴേക്കും സെക്കൻഡുകൾ ഏറെ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ജീവിതം. സെക്കൻഡ് എത്രയായെന്ന് നോക്കുമ്പോഴേക്കും 2-3 സെക്കൻഡാവും. സുബ്ഹാനല്ലാഹ്. ഒരു നിമിഷത്തോട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാ വഴിയിലേക്ക് തിരിച്ചു വരിക? നീ ഒന്ന് തിരിച്ചു വാ. എനിക്ക് വരാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് വരാൻ പറ്റില്ല? നീ നിന്റെ കർമ്മങ്ങൾ മുഴുവനും എന്നിൽ നിറച്ചു കളഞ്ഞല്ലോ. ഇനി എനിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഞാൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് താഴെ വെക്ക്, നീ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വാ. ആ നഷ്ടപ്പെടുത്തിയ സെക്കൻഡ് ഞാനൊന്ന് തിരിച്ചെടുക്കട്ടെ, ഒരു നന്മ ചെയ്യട്ടെ. തിരിച്ചു വരുമോ? സമയം കഴിഞ്ഞു കടന്നാൽ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അങ്ങനൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എനിക്ക് വേണ്ടി മാറ്റിവെച്ച് നീ ഒന്ന് തിരിച്ചു വരുമോ എന്നൊരു സെക്കൻഡിനോട് ചോദിക്കുമ്പോ ആ സെക്കൻഡ് നൽകുന്ന ഒരു മറുപടി, നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡിനോട് വരുമോ എന്ന് ചോദിക്കാൻ നിങ്ങളിപ്പോ ചെലവഴിച്ചത് 100 കണക്കിന് സെക്കൻഡുകളാണ് ഈ ചോദ്യത്തിന് മറുപടിക്കും. അതുകൊണ്ട് ചോദ്യം ചോദിക്കാതെ ഓരോ സെക്കൻഡും ഉപയോഗപ്പെടുത്തിക്കോ. നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡിനോട് വരാൻ പറയണമെങ്കിൽ തന്നെ 100 കണക്കിന് സെക്കൻഡുകൾ നിങ്ങൾക്ക് ആവശ്യമല്ലേ? മനുഷ്യന്റെ സമയത്തിന്റെ വില എത്രയാണ്? നമ്മളെന്ന് പറയും നമ്മുടെ സമയമാണ്. അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. 2 അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണമേ. ഒന്ന് നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യമാണ്, മറ്റേത് അല്ലാഹു നൽകുന്ന നിങ്ങളുടെ ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമുണ്ടായപ്പോഴാണ് മനുഷ്യന്മാർ തിന്മ പഠിച്ചത്. ഒഴിവ് സമയത്തൊരു ടൂർ പോയപ്പോഴാണ് മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ ഒന്ന് ഗോവയിലേക്കോ ട്രിവാൻഡ്രത്തേക്കോ യാത്ര പോയ നേരത്താണ് കൂട്ടുകാരൻ വഴിയരികിലെ ബാറിൽ നിന്ന് ഒരൽപ്പം രുചിച്ചു നോക്കാൻ പഠിപ്പിച്ചത്. ജോലി തിരക്കിനിടയിൽ അത് സംഭവിച്ചിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് അതിന് നേരം കിട്ടിയിരുന്നില്ല. ഒഴിവ് സമയം ഉണ്ടായപ്പോഴാണ് ചീത്ത കൂട്ടുകാരികളെ പരിചയപ്പെടുന്നത്. മനുഷ്യന്മാർ നശിച്ചത് മുഴുവനും ഒഴിവ് സമയമുണ്ടായപ്പോഴല്ലേ? ജോലി തിരക്കിനിടയിൽ വരുന്ന അപകടങ്ങളെക്കാൾ എത്രയോ കൂടുതലല്ലേ മനുഷ്യന്റെ ഒഴിവ് സമയം. അതുകൊണ്ടാ ഹബീബ് പറഞ്ഞത്, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിഅമതാൻ മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. അധികം ആളുകളും ഇത് അറിയുന്ന ആളുകളുണ്ട്. ഒഴിവ് സമയം നല്ല സജ്ജനങ്ങളെ കാണാൻ, സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ, കുടുംബ സന്ദർശനത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഹലാലായ രീതിയിൽ ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നതിനും നമുക്ക് തടസ്സമില്ലല്ലോ. ഹലാലുകൾ ആസ്വദിക്കാം. ഇങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, നിങ്ങൾ മുഴു സമയവും നിങ്ങൾ സീരിയസ് ആയിട്ട് നിൽക്കേണ്ടതില്ല. അലി റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, എപ്പോഴും സീരിയസ് ആയിട്ട് ഏത് സമയം നോക്കിയാലും വളരെ സീരിയസ് വിഷയങ്ങൾ മാത്രം. അങ്ങനെ വേണ്ട. നിങ്ങൾ ഹൃദയത്തിന് ചില ആസ്വാദനങ്ങൾ കൊടുക്കുക.
ഹലാലായ ആസ്വാദനങ്ങൾ. ഫഇന്നൽ ഖുലൂബ ഇദാ ഉജ്ബിറത് ഇദാ ഉക്രിഹത് ജഫത്. നമ്മുടെ ഹൃദയങ്ങളോട് ഒരുപാട് സമയം ചെയ്യാനും കർമ്മങ്ങൾ അനുവർത്തിക്കാനും നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ ഹൃദയത്തിന് നമ്മളോടൊരു പിണക്കം വരും. അതുകൊണ്ട് കുറച്ചു സമയം നിങ്ങൾക്ക് റിലാക്സ് ആവാം, കുഴപ്പമില്ല, ഹലാലായ ശറഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട്. ഇതിന് പ്രയാസമല്ലല്ലോ, അതിന്റെ പ്രയാസമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തുമായി യാത്ര പോകുമ്പോൾ പറയാറുണ്ട്, നിങ്ങളിൽ പാട്ടുപാടാൻ അറിയുന്നവരുണ്ടോ? നല്ല നല്ല കവിതകൾ, അന്ന് മ്യൂസിക് ഉപയോഗിക്കൂലല്ലോ, നല്ല നല്ല കവിതകൾ പാടിക്കോളൂ എന്ന് പറയും നിബിതങ്ങൾ. തമാശ പറയുന്നവരോട് പറയാൻ പറയും നിബിതങ്ങൾ. അവര് ഭക്ഷണം വെക്കാൻ, ബാർബിക്യു വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. നിബിതങ്ങളോടൊപ്പം സഹാബികൾ പോയി ഒരു ഭക്ഷണം വെക്കല്ലേ. നമ്മളും കടപ്പുറത്ത് പോകാറുണ്ട്, ചെറുപ്പക്കാര് ഭക്ഷണം വെക്കാൻ, ഒപ്പം കള്ളും കുപ്പിയും കൊണ്ടുപോകും. അതാ കുഴപ്പം. പൂളും ഇറച്ചൊക്കെ ഉണ്ടാവും, ഒപ്പം കള്ളും കുപ്പി. അത് വേണ്ട, ആ കുപ്പിയൊന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാ, പൊയ്ക്കോ, നിസ്കാരം ഖളാ ആക്കാതെ ഹലാലായ രീതിയിൽ ആരെയും ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ. അപ്പോഴാ ഒരു സ്വഹാബി പറഞ്ഞത്, നബിയെ, ആടിനെ ഞാൻ അറുത്തേക്കാം നബിയെ. വേറൊരാള് പറഞ്ഞു, നബിയെ, ആടിന്റെ തോല് ഞാൻ പൊളിച്ചേക്കാം. ഒരാൾ പറഞ്ഞു, നബിയെ, കുക്കിംഗ് ഞാൻ ഏറ്റെടുത്തു നബിയെ, ഞാൻ നല്ലൊരു കുക്കാണ്, അതുകൊണ്ട് നബിയെ പാകം ചെയ്യുന്നത് ഞാൻ ഏറ്റെടുത്തു. ഇത് പറഞ്ഞപ്പോഴാ മുത്തുനബി പറഞ്ഞത്, പാകം ചെയ്യാനുള്ള വിറക് ഞാൻ കൊണ്ടുവരാം. അവര് പറഞ്ഞു, നബിയെ നിങ്ങളോ? ഉസ്താദ് അവിടെ ഇരിക്കി. തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമല്ല, ആ മനുഷ്യൻ മറ്റുള്ളവരെക്കാളും മേന്മയുള്ള ആളാണ്, മേലെയുള്ള ആളാണ്, അവരെക്കാളും ഒരു സീനിയറാണെന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയാൽ അത്തരക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം. അതാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അതുകൊണ്ട് നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടേ ആരെങ്കിലും വരുമ്പോഴേക്ക് കൂലൂ തക്ബീർ പൊടി പരത്തിയിട്ട് എന്തോ ഒരു രാജാവ് വരികയാണ്. ഇതൊന്നും നമുക്ക് കാണിക്കാൻ പാടില്ലാത്ത സംഗതിയാ. അതൊരു ആലിമും സമ്മതിച്ചു കൊടുക്കാനും പാടില്ല എന്നാ. നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു. ഞാൻ നിങ്ങളിൽ ഒരാളാണ് ഞാൻ നിങ്ങളെക്കാളും വലിയ ആളാണ്. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ വിറക് കൊണ്ടുവരാം. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിറക് കൊണ്ടുവരാം, ഞാൻ നിങ്ങൾക്ക് വിറക് കൊണ്ടുവരാമെന്ന് പുണ്യപ്പുമേനിയിൽ വിറക് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് തന്റെ കൂട്ടുകാരോടൊപ്പം, അവിടുത്തെ സ്വഹാബിനോടൊപ്പം ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന യാത്രയിൽ അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും സീരിയസ് ആയിട്ട് ഇങ്ങനെ നടക്കുക വേണ്ട. കുറച്ചൊന്ന് എന്ത് ചെയ്യാ, റിലാക്സ് ആയിക്കോളൂ, കുഴപ്പമില്ല. ഹറാമ് കൊണ്ട് റിലാക്സ് ആവില്ല, ഹലാല് കൊണ്ടാവട്ടെ ആസ്വാദനങ്ങൾ. എത്രയോ ഹലാലുകളുള്ള ലോകമല്ലേ ഇത്. നിഅമതാൻ, ആ രണ്ടനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ബോധത്തിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ ഓരോ സമയവും കൃത്യമായി കണിശമായി സൂക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കണം എന്ന് പറഞ്ഞത്. ഒരു ദിവസം ആരംഭിക്കുന്നത് അതിരാവിലെ തന്നെ പ്രവർത്തനം തുടങ്ങണമെന്നാണ്. അതിരാവിലെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ അതിരാവിലെ തുടങ്ങാം. നേരത്തെ വർക്ക് തുടങ്ങാണ്. സൂര്യൻ ഉദിച്ച് ഏകദേശം ആളുകൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഉള്ള സമയം കണ്ടാൽ ഉദ്ദേശം ഒരു 7-8 മണിക്ക് ആരംഭിക്കുക. ഉച്ചയുടെ ശേഷം ആകുമ്പോഴേക്കും ജോലി കഴിയുന്നു. നമ്മൾ ഓഫീസ് തുറക്കാൻ തന്നെ 11 മണിയാണ്. പിന്നെ എപ്പോഴാ പണിയെടുക്കുക, എപ്പോഴേക്കും ചോറ് കഴിക്കാൻ നേരമായി. അങ്ങനെയല്ല, രാവിലെ വളരെ നേരത്തെ തുടങ്ങാം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. ഒരു വീട് നിങ്ങൾ കുടിയിരിക്കുകയാണ്, അത് അതിരാവിലെ ആയിക്കോട്ടെ. ഒരു ഷോപ്പ് നിങ്ങൾ തുറക്കുകയാണ്, രാവിലെ ആയിക്കോട്ടെ. ഒരു വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, യാത്ര ആരംഭിക്കുകയാണ്, രാവിലെ ആയിക്കോട്ടെ. അല്ലാഹുമ്മ, മുത്തനബി ദുആ ചെയ്തത് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സുനനിൽ രേഖപ്പെടുത്തി, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. എന്റെ ഉമ്മത്തികൾ രാവിലെ ചെയ്യുന്ന പണികളിലൊക്കെ റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണമേ, ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. പെണ്ണുങ്ങളെ കിച്ചണിലേക്ക് കയറണേ, എന്ത് ചെയ്യാ, അതിരാവിലെ കയറിയിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട്, പിന്നെ ചൂടാക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതിരാവിലെ നേരത്തെ
ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുത്തുനബിയുടെ പ്രിയപ്പെട്ട മോൾ മഹ്ദി റളിയല്ലാഹു അൻഹ അവരുടെ ഒരു അനുഭവം പറയുന്നത് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു. മർറ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അരികത്തുകൂടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ നബി തങ്ങൾ ഇങ്ങനെ നടന്നുപോയി. വഅന മുൻതജിഅതുൻ മുതസബ്ബിഹ, ഞാൻ നേരം വെളുത്ത് കിടക്കുകയായിരുന്നു, ഉറങ്ങായിരുന്നു എന്നല്ല, കിടക്കുകയായിരുന്നു, ഞാൻ കിടക്കുകയായിരുന്നു. ഉപ്പയുടെ അരികത്തുകൂടെ നടന്നുപോയി. ഫഹറകനി ബിരിജ്ലിഹി, ഇത് രാവിലെ കിടന്നുറങ്ങുന്ന ശീലമുള്ളവർക്കുള്ള ഒന്നാന്തരം ചികിത്സയാണ് ഈ ഹദീസ്. രാവിലെ കിടന്നുറങ്ങുന്ന ഏർപ്പാടെ, രാത്രി ഉറക്കൊഴിച്ച ആൾക്കാരാണ്, കുഴപ്പമില്ല, അവർക്ക് ഉഴുതറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ, രാവിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണല്ലോ എന്ന് പറയാൻ കാരണം, രാവിലും പകലിലും ഉറങ്ങുന്നത്, രാത്രിയല്ലേ ഉറങ്ങുള്ളൂ. ഉലമാ പറയാ, രാത്രി ജോലി ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, പാറാവുകാരുണ്ട്. പാറാവുകാര് രാത്രി ഉറങ്ങല കാണല്, ആ ശമ്പള ഹലാലാവുമെന്ന് അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ സഹോദരന്റെ പ്രയാസം തീർത്തു കൊടുക്കട്ടെ. താമരശ്ശേരിയുള്ള ഒരു സുഹൃത്ത് പേര് പറയുന്നില്ല, 50,000 രൂപ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്നലെ ഇവിടെ വന്നിരുന്ന ആളുകളൊന്ന് കൈപൊക്കിയാട്ടെ. ഇന്നലെ വന്നിരുന്നവര് അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്ലിപ്പ് തന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മുടെ ആ പദ്ധതിയുടെ വിഷയത്തിലേക്ക് എന്തെങ്കിലും സ്ലിപ്പ്, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടറിൽ ഏൽപ്പിക്കണം. ചെറിയ കവർ നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും നിങ്ങൾക്ക് നിയ്യത്ത് ചെയ്യാനുണ്ടെങ്കിൽ കൊടുത്തിട്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞുക്കോയ ഉസ്താദ് വരുന്നുണ്ട്. എനിക്ക് വല്ലാത്ത സ്നേഹമുള്ള സമസ്തയുടെ ഉലമാഇന്റെ ഒക്കെ ഒരു പ്രത്യേകത, അവരുടെയൊക്കെ ആ ഒരു എളിമയും ആ ഒരു താഴ്മയും ഒരു എൽമിന്റെ മഹത്വവും മുഖത്തെ ഒരു നൂറും ഭയങ്കരല്ലേ. അത് വാവാട് ഉസ്താദിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഉസ്താദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഉസ്താദിന്റെ ഡ്രൈവർ വിളിച്ചു. ഞാൻ ഉസ്താദുമായി സംസാരിച്ചു. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇൻഷാ അല്ലാഹ് വരും, എടപ്പാളെന്ന് വരാന്നെന്തോ പറഞ്ഞു, ഞാൻ വരും ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ ഒരു ദുആക്ക് ഉസ്താദ് എത്തും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും നിങ്ങൾ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഈ പരിപാടിയിലേക്ക് കൊടുക്കണേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വഅന മുൻതജിഅതുൻ മുതസബ്ബിഹ, രാവിലെ ഉറങ്ങാണ്. പറഞ്ഞത് രാത്രി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ പകല് കിടക്കേണ്ടി വരും. രാത്രി ഉറക്കൊഴിക്കുന്ന ഡ്രൈവർമാർ കാണുന്നില്ലേ, നമ്മുടെ ഹൈവേ ഒക്കെ എന്താ രാത്രിയൊക്കെ നിരന്തരം വാഹനങ്ങൾ ഓടില്ലേ, ട്രെയിലറുകളും ട്രക്കുകളുമായിട്ട് നേരം വെളുക്കോളം വാഹന, നേരം വെളുത്ത വേറെയും. ഇവർക്കൊക്കെ ചിലപ്പോൾ പകൽ എന്ത് ചെയ്യേണ്ടി വരും, വിശ്രമിക്കേണ്ടി വരും. ഇന്ന് കുഴപ്പമില്ല. അല്ലാതെ വെറുതെ രാത്രി ശരിക്കും ഉറക്കം കിട്ടിയ ആളുകൾ ഒരു പണിയും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ കിടക്കുന്നത്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞുള്ള കിടത്തം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഹറകനി ബിരിജ്ലിഹി, മുത്തുനബിയുടെ കാല് കൊണ്ട് എന്റെ കാലിന് നബി തങ്ങളൊന്നിങ്ങനെ തട്ടിത്തന്നു. എന്നോട് എന്ത് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോളെ ഫാത്തിമ, ഖൂമി, എഴുന്നേൽക്കണേ ഫാത്തിമ, ഫശ്ഹദി റിസ്ഖ റബ്ബികി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിന് സാക്ഷിയാവണേ ഫാത്തിമ, വലാ തകൂനി മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയായി പോവരുത്. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല യഖ്സിമു അർസാഖന്നാസ്, മനുഷ്യരുടെ റിസ്ഖുകൾ അല്ലാഹു ഓഹരി വെക്കുന്നത് ഓരോ ദിവസത്തിന്റെയും മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇശ് ശംസ്, ഫജ്ർ ഉദിക്കുന്നത് മുതൽ സുബ്ഹിയുടെ വാങ്ക് കൊടുക്കുന്നത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിലാണ് ആ ദിവസത്തെ റിസ്ഖ് അല്ലാഹു കണക്കാക്കുന്നത്. അതല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കുന്ന നേരത്ത് ഫാത്തിമ നിങ്ങൾ ഉറങ്ങിക്കൂടല്ലോ, ഉണർന്നിരിക്കണമേ, സൂര്യോദയം വരെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണേ. ക്ഷീണമുണ്ടെങ്കിൽ സൂര്യോദയം കഴിഞ്ഞതിന്റെ ശേഷമാവാം വിശ്രമം. സുബ്ഹി കഴിഞ്ഞ് സൂര്യോദയം വരെ ഉറങ്ങില്ല മോളെ, അല്ലാഹു നമുക്ക് റിസ്ഖ് തരുന്ന നേരമാണ്. അതുകൊണ്ട് മോൾ എഴുന്നേൽക്കിനെന്ന് എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ. രാവിലത്തെ സമയം അത്രയും പുണ്യമാണ്.
അതിനിടക്ക് നമ്മളൊരു ദിക്റും കൂടെ ചെല്ലാൻ മറന്നുപോയാൽ, ഞാൻ തുടക്കത്തിലേ ചൊല്ലണമെന്ന് വിചാരിച്ചു, എന്നങ്ങ് മറന്നുപോയി. ഒമാൻസാനിഹു ഇല്ല ശൈത്വാനു എന്നദ്കുറ. അതുകൊണ്ട് നമ്മൾ ചൊല്ലിയ ഒരു ദിക്ർ, നിങ്ങൾ അറിയുന്നവരും ചൊല്ലുന്നവരൊക്കെ ആയിരിക്കും, ചൊല്ലിയവരും ആയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ലായിരിക്കാം. രാത്രി മഗ്രിബായി കഴിഞ്ഞാൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ ആ ഒരു ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ, സുബ്ഹിന്റെ മുമ്പെങ്ങാനും മരിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ചൊല്ലിയാൽ, മഗ്രിബിന്റെ മുമ്പ് വല്ല ആക്സിഡന്റിലോ അങ്ങനെയൊക്കെ മരിച്ചാൽ നമുക്കറിയില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തും, ഒന്നും അറിയില്ല. മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ ഇത് ചൊല്ലിയ ആളിന് സ്വർഗമുണ്ടെന്നാണ്. മൂഖിനൻ ബിഹ, മനസ്സുറപ്പിച്ച് പറയണം, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, നീ തന്ന നിഅമത്തുകൾ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, പക്ഷെ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്ത ആളാണ്, ഞാൻ നിനക്ക് തിരിച്ച് തെറ്റേ ചെയ്തിട്ടുള്ളൂ റബ്ബേ, എന്റെ തെറ്റ് ഞാൻ അബൂഉ ലക ബിദംബി, എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, ഫഗ്ഫിർലി, എനിക്ക് പുറത്തുതാ, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ റബ്ബാണ് അല്ലാഹുവേ, പരമാവധി ഞാൻ നിന്നെ അനുസരിക്കാൻ റെഡിയാണ് റബ്ബേ, എന്റെ കഴിവിന്റെ പരമാവധി റബ്ബേ, വന്നുപോയത് പുറത്തുതാ എന്ന് പറയുന്ന പാപമോചനം ദിക്റുകളുടെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇരുന്നിട്ട് തന്നെ ഞാൻ ചൊല്ലുന്നു, ഓർമ്മയുള്ളവർ ഒറ്റക്ക് ചൊല്ലിക്കോളൂ, അല്ലാത്തവർ കൂടെ ചൊല്ല്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. രാത്രിയായി സുബൈക്ക് മുമ്പ് മരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? മൂലയിൽ ഇന്നലെ വേദ പറഞ്ഞ ആളാ, സുബൈക്ക് മയ്യത്തയക്കണമെന്ന കാര്യം ചിലപ്പോൾ കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാര് എപ്പോഴാ പഠിച്ചവും കൊണ്ടുപോകാന്ന് അറിയില്ലല്ലോ. ചെല്ലി വെക്കുക, റെഡിയായിട്ട് നിൽക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ആയുസ്സിൽ ആരോഗ്യവും ആഫിയത്തൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. യാ ബുനയ്യത, മോളെ ഫാത്തിമ, ഖൂമി ഫശ്ഹദി റിസ്ഖ റബ്ബികി, അല്ലാഹു റിസ്ഖ് തരാൻ പോരുന്നുണ്ട് മോളെ, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ട്. അതുകൊണ്ട് മോളെ നിങ്ങൾ അശ്രദ്ധയായവരിൽ പെട്ടുപോവല്ലിൻ. വലാ തകൂനി മിനൽ ഗാഫിലീൻ. കാരണം എന്തേ? ഒരു ദിവസത്തെ റിസ്ഖ് അല്ലാഹു ഓഹരി വെക്കുന്നത് ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യോദയം ഉദിക്കുന്നതിന്റെ ഇടയിലാണ്. ആ സമയം നിങ്ങൾ ഉറങ്ങരുത് മോളെ എന്ന് എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. അത്ഭുതമാണ്. നമ്മുടെ രാവിലെ അത്ഭുതമാണ്, വൈകുന്നേരം അത്ഭുതമാണ്, രാത്രിയും അത്ഭുതമല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ലാഹു സത്യം ചെയ്ത് പറയുന്നതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. എന്താ സൂര്യപ്രകാശം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമല്ലേ? നമ്മളിപ്പോ എത്ര ഫ്ലഡ് ലൈറ്റ് വെച്ചാലും പകല് പോലത്തെ വെളിച്ചം കിട്ടുമോ? മുക്കും മൂലയിലും ഏത് വൃക്ഷത്തിന്റെ മുരട് വരെ നമുക്ക് ടോർച്ചടിച്ച് നോക്കാതെ കാണാൻ പറ്റൂലേ രാവിലെ? അങ്ങനെയൊക്കെ വെളിച്ചം നമുക്ക് ഏതെങ്കിലും ലൈറ്റ് ഇട്ടാ കിട്ടുമോ? കിട്ടൂല. അത് മാത്രല്ല, ഭൂമിയിലേക്ക് വെളിച്ചമായി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ, ഭൂമി അതിന്റെ ഒരു കറക്കം പൂർത്തിയാക്കി വരുമ്പോൾ, ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രഭയായി വരുന്ന സൂര്യകിരണങ്ങൾ, റേസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് ലോകത്ത് വെച്ച് കാണപ്പെട്ട ഏറ്റവും വേഗതയേറിയ സാധനമാണ് വരുന്നത്. ഏറ്റവും വേഗതയുള്ള സാധനം. ഭൂമിയുടെ സ്പീഡ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? സൂര്യന് ചുറ്റും കറങ്ങുന്ന സ്പീഡ് മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ, മണിക്കൂറല്ല കേട്ടോ, ഇനി സെക്കൻഡ്, ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്നത് എത്രയാ?
3 ലക്ഷം കിലോമീറ്ററാണ്. നമുക്കറിയാവുന്ന സംഗതി അത്. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട്. അങ്ങനെ ലോകത്ത് ഒരു സാധനവും യാത്ര ചെയ്യൂല. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്. സൂര്യനിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാനെടുക്കുന്ന സമയം 8 മിനിറ്റും 14 സെക്കൻഡുമാണത്രേ. അപ്പൊ ദൂരം മനസ്സിലാവും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള സാധനം, യാത്ര ചെയ്യുന്ന സാധനം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നെത്താനെടുക്കുന്ന സമയം 8 മിനിറ്റിൽ. ഓരോ മിനിറ്റിലും 60 സെക്കൻഡ്, ഓരോ സെക്കൻഡും 3 ലക്ഷം കിലോമീറ്റർ. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡും എടുക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് സൂര്യന്റെ പ്രഭയെത്തുന്നതെന്നറിയുമ്പോഴാണ് വല്ലുഹാ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ദിവസമുണ്ടോ? ദിവസമില്ലെങ്കിൽ ആഴ്ചയുണ്ടോ? മാസങ്ങളുണ്ടോ? വർഷങ്ങൾ മറിഞ്ഞു വരുമോ? സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശമില്ലെങ്കിൽ സസ്യലതാദികൾക്ക് മുളക്കാൻ കഴിയില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്യാസിന്റെ അടുപ്പ് ചൂടാക്കുന്ന പോലെ ചെടികളുടെ അടുക്കളയിലെ അടുപ്പെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം ഇലയിലേക്ക് തട്ടിയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല. വൃക്ഷങ്ങൾക്ക് സൂര്യപ്രകാശം നഷ്ടപ്പെട്ടാൽ ചെടികൾ നശിച്ചു പോകും. ചെടികൾ നശിച്ചാൽ ജീവജാലങ്ങൾക്ക്, കന്നുകാലികൾക്ക് തിന്നാൻ പറ്റില്ല. അവ നശിച്ചാൽ മനുഷ്യന്റെ ഭക്ഷണങ്ങൾ തീർന്നു. ഇങ്ങനെ നോക്കിയാൽ സമയവുമായി ബന്ധപ്പെട്ട ഓരോന്നും അത്ഭുതങ്ങളാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, പ്രഭയെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, പ്രഭയായി വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വൽ ഫജ്രി, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി, അസ്ർ നേരത്തെ തന്നെയാണ് സത്യം. ഇങ്ങനെ സമയങ്ങളെ അള്ളാഹു സത്യം ചെയ്തത് മനുഷ്യൻ ഇതിന്റെ വില മനസ്സിലാക്കാനാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുത് സമയമാണല്ലോ റബ്ബേ. അത് സീരിയലിന്റെയും സിനിമയുടെയും പിന്നാലെ പോവാതെ, അനാവശ്യമായ ചർച്ചകളിലേക്ക് പോവാതെ നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ചെലവഴിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു പറയുന്നു, ഒരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്നു ആദം, മനുഷ്യന്റെ സന്തതികൾ, ആദം നബിയുടെ മക്കൾ, മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുകയാണ്. അള്ളാഹ് നമ്മൾ വേദനിപ്പിക്കുകയോ? മഅദല്ലാഹ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇബ്നു ആദം യസുബ്ബു ദഹ്റ, അവൻ കാലത്തെ ചീത്ത പറയുന്നുണ്ട്. ഒടുക്കത്തൊരു വെയില്, ഒടുക്കത്തൊരു മഴ, എന്തോ ഇരുട്ടുള്ള രാവ്, സമയത്തെ അവൻ ചീത്ത പറയുന്നു. യസുബ്ബു ദഹ്റ വഅന അദ്ദഹ്റു, ഞാനാണ് സമയമുണ്ടാക്കിയത്. ബിയദിൽ അംറു, ഞാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റുന്നതും മറിക്കുന്നതും ഞാനല്ലയോ? അവരെന്നെയാണോ ആ ചീത്ത പറയുന്നത്? അങ്ങനെ കാലത്തെ ചീത്ത പറയുമ്പോ, സമയത്തെ ചീത്ത പറയുമ്പോ എന്നെയാണ് അവരെ വിഷമിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, സമയം തീരെ ശരിയില്ലപ്പം, കച്ചവടം ഭയങ്കര മോശമാണ്, ക്രൈസിസാണ്, കച്ചവടമില്ല, കഴിഞ്ഞ മാസം പറ്റ പോക്കായിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട, ഒരു സമയത്തെയും കുറ്റം പറയണ്ടെന്നാ. അള്ളാഹുവിനെയാണ് ആ കുറ്റം പറയുന്നത്. അള്ളാഹു പറയാണ്, ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ എന്നെയാണ് ചീത്ത പറയുന്നത്. ഞാനാണല്ലോ സമയം മാറ്റിമറിച്ചു കൊണ്ടുവരുന്നത്. രോഗം വരുമ്പോ നമ്മൾ ചീത്ത പറയും, സമയത്തെ ചീത്ത പറയും. ചീത്ത പറയരുതെന്നല്ലേ? ഒരു പെണ്ണ് എന്തൊക്കെയോ പിച്ചും പേയും പറയുമ്പോഴാ മുത്തുനബി തങ്ങൾ ചോദിച്ചത്, ഉമ്മ നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാണ് ഈ വേവലാതി? പനിയാ നബിയെ, ഒരു ബറക്കത്തുമില്ലാത്ത പനി. പനിയിൽ ബറക്കത്തുണ്ട് അല്ല, ആ പെണ്ണ് ഒരു ബറക്കത്തുമില്ലാത്ത പനിയാണ്. പനി കൊണ്ട് കുടുങ്ങിപ്പോയി നബിയെ, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആ പനി വന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പിറുപിറുക്കുകയാ നബിയെ. നബി പറഞ്ഞു, ലാ തസുബ്ബിൽ ഹമ്മാ, പനിയെ ചീത്ത പറയരുതേ.
ഫഇന്നൽ ഹുമ്മാ ഫഇന്നഹാ തുദ്ഹിബു ഖതായാ ബനി ആദം, മനുഷ്യന്റെ പാപങ്ങൾ ഇല്ലാതെയാക്കി കളയാൻ പനിക്ക് രോഗത്തിന് കഴിയും. അതുകൊണ്ട് ആ രോഗാവസ്ഥയെ ചീത്ത പറയലില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഖൽബ് തരട്ടെ, അങ്ങനത്തെ ഒരു മനസ്സ് തരട്ടെ. രോഗം വന്ന് രോഗം മാറിയിട്ട് രോഗം ശിഫയായി കഴിഞ്ഞാൽ ഒരു മുസ്ലിമും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്പറേഷന് പോകുമ്പോഴേ നമ്മൾ ദ്വാരക്കാൻ പറയും, പല ആളുകളോടും പറയും, അള്ളാഹുവിനോട് ഭയങ്കര ദുആയിരക്കും, ഒരുപാട് നിസ്കരിക്കും, ഒക്കെ ശരിയാണ്. ആ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളതൊക്കെ മറക്കും. നല്ല ഡോക്ടറായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ലായി എന്ന് പറയും. അതല്ല, എത്രയോ നല്ല ഡോക്ടർമാർ കൈവച്ചാലും അള്ളാഹുവിന്റെ ഖളാ എത്തിയില്ലെങ്കിൽ നടക്കൂല. ചില ആളുകളുടെ ദുആയായിരുന്നു അത്, അന്ന് ഓർമ്മ ഉണ്ടാവില്ല. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമ്മൾ പഠിക്കുക. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നൽ മുനാഫിഖ, കപടവിശ്വാസിയായ ആൾ, ഇദാ മരിള, കപടവിശ്വാസിക്ക് രോഗമുണ്ടായാൽ, സുമ്മ ഉഅഫിയ, രോഗം മാറുകയും ചെയ്താൽ കാന കൽ ബഈരി, അവൻ ഒട്ടകത്തെ പോലെയാണ്. കപടവിശ്വാസി രോഗം വന്നു, രോഗം മാറിയാൽ കൽ ബഈരി, ഒരു ഒട്ടകത്തെ പോലെ. എങ്ങനത്തെ ഒട്ടകം? അഖലഹു അഹ്ലുഹു, ആ ഒട്ടകത്തിന്റെ ആളുകൾ അതിനെ പിടിച്ചു കെട്ടിയിരുന്നു. സുമ്മ അർസലൂഹു, പിന്നെ അതിനെ കെട്ടയച്ചു വിട്ടു. ആ ഒട്ടകത്തിന് അറിഞ്ഞില്ല എന്തിനായിരുന്നു അവരെന്നെ കെട്ടിവെച്ചത്, എന്തിനാ അവരെന്നെ അഴിച്ചുവിട്ടത് എന്നറിയാത്ത ഒട്ടകത്തെ പോലെയാണ്. അള്ളാഹു രോഗിയായി അവനെ കെട്ടിവെക്കുകയും രോഗം മാറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്താൽ അവനറിയില്ല എന്തിനാ എനിക്ക് രോഗം തന്നത്, എന്തിനാ എനിക്ക് അള്ളാഹു ആരോഗ്യം തന്നത് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് മുനാഫിഖിന്റെ സ്വഭാവമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യൂനുസിലേക്ക് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ മസ്സൽ ഇൻസാന الضُّرُّ ദഅനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ ഫലമ്മാ കശഫ്നാ അൻഹു ضُرَّهُ مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനല്ലേ മനുഷ്യനെ പറ്റി പറയാൻ കഴിയൂ ആധികാരികമായി. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനിക്ക് അതിന്റെ ഓപ്പറേഷൻ മാനുവൽ, അതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയാൻ പറ്റുള്ളൂ. അള്ളാഹ് പറയുന്നത് നോക്കൂ. മനുഷ്യനൊരു പ്രയാസം വന്നാൽ കടന്നുകൊണ്ടവൻ ദുആ ചെയ്യും, ഔ ഖാഇദ, ഇരുന്നുകൊണ്ടവൻ ദുആ ചെയ്യും എന്നോട്, ഔ ഖായിമ, നിന്ന നിൽപ്പിൽ, ഇരിക്കാൻ പറ്റിയില്ല, നിന്ന നൃത്തത്തിൽ അവൻ ദുആ ചെയ്യും വിഷമുണ്ടാകുമ്പോ. അതുകൊണ്ട് ഒരുവിധം വിഷമുള്ളവരൊക്കെ നിസ്കാരം കഴിഞ്ഞാല് ഏത് ആശയക്കാരനാണെങ്കിലും ഒന്നിരുന്ന് ദ്വാരക്കും. അള്ളാഹിനോട് പറയട്ടെ, എനിക്കിപ്പോ കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല, ഞാൻ പോട്ടെ, സിനിമ തുടങ്ങാനായിക്കണേ, അങ്ങനെ പോണവരുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഓടുകയാണ്, നിസ്കാരം കഴിഞ്ഞാൽ ഓടുകയാണ്. അവന്റെ പ്രയാസം നമ്മൾ നീക്കിക്കൊടുത്താൽ നമ്മളോട് ദുആ ചെയ്യാത്ത പോലെയാണ് അവൻ നടക്കുന്നത്. അവനൊരു പ്രയാസമുണ്ടായിരുന്നു, അത് നാം ആണ് നീക്കിക്കൊടുത്തത് എന്ന് പോലും ആലോചിക്കാത്ത ഭാവത്തിലാണല്ലോ മനുഷ്യൻ നടക്കുന്നത്. كذلك زين للمسرفين ما كانوا يعملون. അങ്ങനെയാണ് വഴിവിട്ട് ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു സമയം അതിന്റെ വില മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
1000-ലേറെ വർഷം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് റൂഹിനെ പിടിക്കുന്ന മാലാഖ വന്നപ്പോ ആ ഒരു രംഗം പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. നൂഹ് നബിയെ റൂഹ് പിടിക്കാൻ വരികയാണ്. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് ചെയ്തു. അതിന്റെ മുമ്പും നൂറുകണക്കിന് കൊല്ലം ജീവിച്ചു. ദഅവത്തിന്റെ ആ തൂഫാൻ മെസപ്പൊട്ടേമിയയിലെ ആ വെള്ളപ്പൊക്കത്തിന്റെ ശേഷവും 100-ലേറെ കൊല്ലം ജീവിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. എന്നിട്ടാ മരിക്കണത്. അല്ലാഹുവിന്റെ മലക്ക് ചോദിച്ചു, യാ അത്വലൽ അംബിയാഇ ഉംറാ, അംബിയാക്കന്മാരിൽ ഏറ്റവും പ്രായം ജീവിച്ചോരേ നബിയേ, നൂഹ് നബിയേ, കൈഫ വജദ്ത ദുനിയാ, എങ്ങനെയുണ്ട് ഈ ലോകത്തെ ജീവിതം? എങ്ങനെയുണ്ട്? പോവല്ലേ, സമയായി പോവല്ലേ, കുറെ കൊല്ലായാലും ഇവിടെ ഇരിക്കുന്നു, പോണ്ടേ. ബാബാൻ, 2 ഡോറുകളുള്ള ഒരു വീട് പോലെ. ദഖൽതു മിൻ അഹദിഹിമാ വഖറജ്തു മിനൽ ആഖരി, ഒരു വാതിലിലൂടെ കടന്നു, അടുത്ത വാതിലിലൂടെ ഞാൻ പുറത്തേക്കെത്തി. എത്ര കൊല്ലം ജീവിച്ചാലും അങ്ങനെ തോന്നും. അത് ഓരോരുത്തർക്കും അവനവന്റെ വയസ്സങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇപ്പൊ ഇത്ര കൊല്ലം ജീവിച്ചോ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, എന്റെ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി എന്ന് പറയും. അത്ര വയസ്സ് വാപ്പാക്കും കൂടിയില്ലേ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ? പറയാണ്, وَإِذَا كَانَ آخِرُ الْعُمْرِ مَوْتًا فَسَوَاءٌ قَصِيرُهُ وَالطَّوِيلُ, ആയുസ്സിന്റെ അവസാനത്തിൽ ഒരു മരണമുണ്ടെങ്കിൽ ആയുസ് ചെറുതായാലും വലുതായാലും കണക്കല്ലേ, സംഭവം ഒരുപോലെ തന്നെയല്ലേ. അവസാനം മരിക്കണ്ടയോ? എത്ര ജീവിച്ചു അവസാനം മരിക്കുകയാണെങ്കിൽ പിന്നെ എന്താവുണ്ട്? ഫസവാഉൻ ഖസീറുഹു വത്വീലു. മഹാനായ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് പ്രഭാതം വിടരുമ്പോഴും ആ ദിവസം വിളിച്ചു പറയുന്നുണ്ടത്രേ, നമ്മൾ കേൾക്കാത്ത രീതിയിൽ ആ ദിവസം വിളിച്ചു പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യ. അത് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും നിരീശ്വരവാദിയോടും യുക്തിവാദിയോടും എല്ലാവരോടും ഈ ലോകം വിളിച്ചു പറയാൻ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നാളെ ഫ്രഷാണ് അല്ലേ, ടുമോറോ, നാളെ എന്നത് ചെറിയ പ്രയോഗം പറയാറുണ്ട്, ടുമോറോസ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സോറോസ്, ടുമോറോകളിൽ ചില സോറോകൾ ഉണ്ടാകും, ടുമോറോ നെവർ കംസ്, അങ്ങനെ പറയാറുണ്ട്. ഇബ്ന ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നീ, എന്നെ കൊണ്ട് നീ ഉപകാരമെടുത്തോളൂ. കാരണം എന്തേ? ഞാൻ കഴിഞ്ഞു കടന്നാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഒരിക്കലും തിരിച്ചു വരില്ല. 2015 ഡിസംബർ 31 ഇനി തിരിച്ചു വരില്ല. കഴിഞ്ഞു, തിരിച്ചു വരില്ല. അതുകൊണ്ട് എന്നെ മുതലെടുത്തോ എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുന്നുണ്ടെന്ന് മഹാനായ ഗുരു അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. 2 സമയമാണ് മനുഷ്യൻ ഈ സമയത്തിന്റെ വില മനസ്സിലാക്കുന്ന 2 നേരമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. 2 സമയത്താണ് ജീവിതത്തെ കുറിച്ച് ഓർക്കുന്നത്, 2 നേരത്താ ഓർക്കുക. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب. മരണം വരുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല, മരുന്ന് ഫലിക്കുന്നില്ല, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ പറയാം, മരുന്ന് കൊടുക്കുന്നുണ്ട്, റെസ്പോൺസ് വരുന്നില്ല, ദുആ ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. റബ്ബി ലൗലാ അഖർതനി, ഇപ്പൊ വേണോ റബ്ബേ, ഇപ്പൊ വേണോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോരെ, എന്നെ ഒന്ന് പിന്തിക്കുമോ എന്ന്
പറയുമ്പോൾ അള്ളാഹു നൽകുന്ന ഒരു മറുപടിയുണ്ട് ജീവിതത്തെക്കുറിച്ച്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യന്റെ സമയമെത്തിയാൽ ഒരു ശരീരത്തെയും അള്ളാഹു പിന്തിക്കുകയില്ല. അത് ചിലര് മരിക്കുന്നത് ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടാ, ചിലര് ബൈക്ക് തട്ടിയിട്ടാണ്, ബസ് ഇടിച്ചിട്ടാണ്, ആക്സിഡന്റ് ഉണ്ടായിട്ടാണ്, കുളത്തിൽ വീണിട്ടാണ്, പുഴയിൽ മുങ്ങിയിട്ടാണ്, വിഷം ശ്വസിച്ചുകൊണ്ടാണ്, ഉറക്കത്തിലാ മരിച്ചത്, അറ്റാക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ചെറുപ്പക്കാരൊക്കെ മരിക്കുമ്പോഴേ അനുശോചനം പറയുമ്പോൾ പറയുന്നത് അകാലത്തിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരന് ആദരാജ്ഞലികൾ അങ്ങനെ പറയണ്ട. ഒരു നഫ്സും ആ കാലത്തിലെല്ലാം മരിക്കുന്നത്, കാലത്തിലാ മരിക്കുന്നത്. ഇദാ ജാഅ അജലുഹാ. ഓരോ നഫ്സിന്റെയും കാലമെത്തിയപ്പോഴാ മരിച്ചത്. ഇതെങ്ങനെ നമ്മൾ അകാലം എന്ന് പറയാ? നമ്മൾ തീരുമാനിക്കുക 70 വയസ്സ് വരെ ഇവിടെ ആയുസുണ്ടെന്ന്. ആരറിഞ്ഞു? അള്ളാഹ് കണക്കാക്കിയത് അത്ര ഇല്ലെങ്കിലോ? ഇല്ല എന്ന് ബോധ്യപ്പെട്ട ഒരാൾ മരിക്കുമ്പോ. അതുകൊണ്ടാണ് അകാലത്തിലല്ല നിങ്ങളുടെ മരണം നടക്കുന്നത്, കാലത്തിലാണ്. ആ മനുഷ്യൻ മരിക്കേണ്ട സമയമായി. എത്രയാണ്? ചിലർ 16-ാം വയസ്സില്, 18-ല്, 21-ല്, 26-ല്, 30-ല്, 50-ല് മരിക്കണില്ലേ? അതുകൊണ്ട് മരണമാസന്നമാകുമ്പോൾ എന്നെ ഒന്ന് പിന്തിച്ചു തരുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ നേരത്തെ അല്ലാഹു ജീവിതത്തെ കുറിച്ച് പറയും, സമയമായി, തിരിച്ചു പോര്, ഇനി വൈകിപ്പിക്കില്ല. പിന്നെ ഒരു സമയമുണ്ട്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها. അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ആളുകൾ, സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നറിയാത്തവര്, എത്ര കാലം ജീവിച്ചിട്ടും ബിംബാരാധനകൾ ചെയ്യുകയോ ബഹുദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയോ ദേവീ ദേവന്മാരുണ്ടെന്ന് വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്തു വന്ന ആളുകൾ, സ്രഷ്ടാവ് ഒരുത്തനെ പാടുള്ളൂ. ദൈവം എന്നത് ഓംനിപൊട്ടൻസ്, ഓൾ പവർഫുൾ, ഓൾ നോയിങ്, ഓൾ സീയിങ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വൺ ആൻഡ് ഓൺലി. അതാണ് ലോജിക്. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ളവൻ ഒരുത്തനല്ലേ പാടുള്ളൂ, എന്നല്ലേ പാടുള്ളൂ. ആ റബ്ബിനെ മനസ്സിലാക്കാതെ പോയ ആളുകൾ നാളെ പരലോകത്തേക്ക്, നരകത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുമ്പോ അവര് പറയും, അള്ളാഹുവേ, കഴിഞ്ഞ ലോകത്ത് ഞങ്ങൾ മരിച്ചത് ഒടുക്കത്തെ മരണമായിരുന്നെങ്കിൽ. ശവം ദഹിപ്പിക്കുന്നവരുണ്ട്, പുഴകളിൽ ഒഴുക്കിക്കളയുന്നവരുണ്ട്, ശവദാഹം ചെയ്യുന്നവരുണ്ട്. ആ മരണത്തോടുകൂടെ ഇനിയൊരു ജന്മമില്ലായിരുന്നുവെങ്കിൽ എന്നവർ കൊതിക്കുകയും ഈ ശിക്ഷ ഞങ്ങൾക്ക് വേണ്ടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി സൂറത്തുൽ ഫാത്തിറിൽ കാണാം. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കാൻ ആവശ്യമായ സമയം ഈ ലോകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നോ? അത് മുഴുവൻ സിന്ദാബാദ് വിളിച്ചു തീർത്തതല്ലേ, സമരം ചെയ്തു തീർത്തതല്ലേ, എന്തൊക്കെയോ ചെയ്തു കൂട്ടി സമയം കൊന്നുകളഞ്ഞതല്ലേ. എന്നെ മനസ്സിലാക്കാൻ സ്രഷ്ടാവ് ഞാനാണെന്നും എന്നെ മനസ്സിലാക്കണമെന്നും നിങ്ങളോട് പറഞ്ഞപ്പോ അതിനൊന്നും സമയം കണ്ടെത്താതെ ഭൂനിവാസങ്ങൾക്ക് സമയം കണ്ടെത്തിയില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ലെന്ന് അവരോട് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ അല്ലാഹു പറയുന്നു. ഇദാ മർറ ബി യൗമുൻ വലം അഖ്തബിസ് ഹുദാ വലം അസ്തഫിദ് ഇൽമൻ ഫമാ ദാക മിൻ ഉംരി. അതുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യന്റെ ഇന്ന് ഇന്നലെയെ പോലെയാണെങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. എങ്ങനെ? ഡിസംബർ 30, 31 ഒരുപോലെയാണ്. അല്ലെങ്കിൽ അവന്റെ റബീഉൽ അവ്വൽ 1, 2 ഒരുപോലെയാ, 3, 4 ഒരുപോലെയാ, 10, 15 ഒരുപോലെയാ. അവനൊന്നും ചെയ്തിട്ടില്ല, ഇന്നലെ അത്ര തന്നെ ഇന്നുള്ളൂ. എങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. വമൻ കാന യൗമുഹു ശർറൻ മിൻ അംസി,
ഒരു മനുഷ്യന്റെ ഇന്ന് ഇന്നലെയെക്കാളും മോശമാണെങ്കിൽ ഫഹുവ മൽഊൻ, അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഇന്ന് ഇന്നലെയെക്കാളും മോശമാണെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ സങ്കടപ്പെട്ടത് ഒരേ ഒരു വിഷയത്തിന് മാത്രമാണ്. ഒരേ ഒരു വിഷയം. നമ്മൾ സങ്കടപ്പെടും, ട്രെയിൻ മിസ്സായി പോയ, അല്ലെ, ഫ്ലൈറ്റ് മിസ്സായി, ബസ് മിസ്സായി, പൈസ മിസ്സായി പോയി, ബത്താക്ക നഷ്ടപ്പെട്ടു, ഭയങ്കര സങ്കടം ഉണ്ടാവും. ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു വിഷയമേ സങ്കടപ്പെട്ടിട്ടുള്ളൂ. മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഒരു ദിവസത്തെ ഓർത്ത് ഞാൻ കരയാറുണ്ട്. ആ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുകയാണ്. അസ്തമിക്കുമ്പോൾ എന്റെ ആയുസ്സിലെ ഒരു ദിവസം കുറഞ്ഞു പോവുകയും എന്റെ നന്മയിൽ ഒന്നും വർദ്ധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ആ ദിവസത്തെ ഓർത്ത് ഞാൻ കരയാറുണ്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, കുല്ലു യൗമിൻ യമുറു ബി ലാ അസ്ദാദു ഫീഹി ഇൽമാ. ഏത് ദിവസവും ഒരു നന്മയും എനിക്ക് പഠിക്കാൻ കഴിയാതെ, ഒരു നന്മയും പുതുതായി അറിയാൻ പറ്റാതെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഫലാ ബൂരിക ലീ ഫീ തുലൂഇ ശംസി ദാലികൽ യൗം, ആ ദിവസത്തിന്റെ സൂര്യോദയത്തിൽ എനിക്ക് ഒരു ബർക്കത്തുമില്ല എന്ന് ആനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കണ്ണാടി മൊയ്തീൻക്കാണിത്. കുറെ 10-20 കൊല്ലമായിട്ട് പരിചയമുള്ള സുഹൃത്ത്, ഇപ്പോഴാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്. അരീക്കാട് നമ്മുടെ പള്ളിന്റെ മദ്രസന്റെ ഒക്കെ കാര്യപ്പെട്ട ആളാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആയുസ്സും സന്തോഷവും ആരോഗ്യവും എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. ഇദാ മറ ബി യൗമുൻ വലം അഖ്തബിസ് ഹുദാ വലം അസ്തഫിദ് ഇൽമൻ ഫമാ ദാക മിൻ ഉംരി. അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയം, നമ്മുടെ ഓരോ ദിവസവും ഇന്നലത്തേക്കാളും പുതിയ ഒരു ഇൽമ് ഇന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ദിവസം ഒരു പുതിയ അറിവ് ഒന്ന് കിട്ടിയാൽ മതി. ഒന്ന് പഠിക്കുക, ഒരു ദിവസം ഒരു പുതിയ അറിവ്. ഇന്നിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം നിങ്ങൾ കേട്ടിരിക്കണം. അത് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് ഞാൻ ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അധ്വാനിക്കണം. നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കണം. ഒരു ആളൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചെടുക്കുക. എന്തെല്ലാം ടെക്നോളജി, എന്തെല്ലാം സംവിധാനങ്ങൾ. പുതിയൊരു കാര്യം ഞാൻ ഇന്ന് പഠിക്കണം. ഇന്നൊരു പുതിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ കേൾക്കാത്തത്, ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സംഭവം, ഒരാളുടെ വാക്ക്, ഒരു ഹദീസ്, ഖുർആനിന്റെ ഒരു ആശയം, ഇതുവരെ അറിയാത്തത് ഇന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ വന്നാലേ നിങ്ങളുടെ ഇന്നലത്തേതിനേക്കാളും മെച്ചപ്പെടുകയുള്ളൂ. അപ്പോഴേ ഈ ദിവസം കൊണ്ട് കാര്യമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങളെ 2-2.5 മണിക്കൂർ നഷ്ടപ്പെടരുത് എന്ന് എനിക്ക് നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു കാര്യം, എത്രയോ അറിവുള്ള ആലിമീങ്ങൾ സദസ്സിലിരിക്കുന്നുണ്ട്. അവരെ പറ്റിയല്ല, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഒരു വാഴെന്ന് ഒന്നെങ്കിലും പഠിക്കണം എന്നാണ്. അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. നിങ്ങൾ കുഴങ്ങിയോ? എല്ലാരും ക്ഷീണിച്ചോ? ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിലിരിക്കല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ 33 സ്ക്വയർ ഫീറ്റ് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് KP എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. പഠനത്തിന് വേണ്ടി ഞാൻ അത്ഭുതപ്പെടാണ്. സ്റ്റുഡന്റ് ആയപ്പോ തന്നെ മുതലാളിയായ കുട്ടിയാണ്. അൽഹംദുലില്ലാഹ്. 33 സ്ക്വയർ ഫീറ്റ് ആ കുട്ടിയുടെ. അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ അവരുടെ പഠനത്തിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. പഠിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സമയം മുതലാകുന്നത് പുതിയൊരു ഇൽമുണ്ടാകുമ്പോഴാണ്. അള്ളാഹു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി 33 സ്ക്വയർ ഫീറ്റ് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. അള്ളാഹുവെ നീ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. അള്ളാഹു ബർക്കത്ത് തന്നെ. ഗോവാട് ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഉസ്താദ് പരിപാടി കഴിയുമ്പോൾ മുമ്പ് എത്തും. ആ ഒരു ദുആ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊക്കെ പോയാലും ഞാൻ ഉസ്താദിന്റെ ദുആ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എനിക്ക് ഉസ്താദിന്റെ ദുആ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാ, സൗകര്യപ്പെടുന്നവരൊക്കെ ഇച്ചിരി ലേറ്റ് ആയാലും സാരം. ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ, ഇനി ഇവിടെ പടക്കൊക്കെ പൊട്ടാൻ പോകും. അപ്പോഴേക്കും നമുക്ക് തടി തപ്പണം ഇവിടുന്ന്. ഇൻഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ്. ഇരിക്കി ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബറക്കത്ത് തരട്ടെ, അല്ലാഹു ബറക്കത്ത് തരട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഓരോരോ ആശയങ്ങളും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലാഹു അൽ ബിദാർ, വളരെ പെട്ടെന്നാവട്ടെ, വളരെ പെട്ടെന്ന്. നമ്മൾ ലോട്ടറിനെ പറ്റി അങ്ങനെ കേൾക്കാറുള്ളത്, വളരെ പെട്ടെന്നല്ലേ, ഉടനെ എടുക്കാൻ. ഓരോ സമയവും വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ധാരാളം നന്മകൾ പെട്ടെന്നാവട്ടെ. ഉറങ്ങിക്കിടന്നാൽ സമയം കിട്ടില്ല, വിശ്രമിക്കാനിരുന്നാൽ നമുക്ക് സമയം കിട്ടില്ല. പെട്ടെന്നാവട്ടെ. അങ്ങനെ നന്മകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണേ എന്ന് എത്ര ആയത്തുകളിലാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. വലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. നന്മകളിലേക്ക് പെട്ടെന്ന് വരണേ, വേഗം വരും. അടുത്ത ബസ്സിന് പോയേ, അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിരിക്കും, വേഗമാവട്ടെ. ഫസ്തബിഖുൽ ഖൈറാത്ത് ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി മർജിഉകും ജമീആ. സൂറത്തുൽ മാഇദയിൽ, സൂറത്തുൽ ബഖറയിൽ ആദ്യം പറഞ്ഞത് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നഹ് അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. എന്തോ ഒരു ഭംഗിയുള്ള ആയത്താണതല്ലേ സൂറത്തുൽ ഹദീദിൽ. സാബിഖൂ, വേഗം വരിൻ, ഞാൻ തരികയാണ്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾക്ക് പാപമോചനം തരാനിരിക്കുന്നത്, വേഗം ഇങ്ങോട്ട് വരിൻ. ഇന്ന് തന്നെ എന്നോട് ചോദിക്കിൻ, പടച്ചവനെ, വിവരമില്ലാത്ത കാലത്ത് വ്യഭിചരിച്ചു പോയി, കള്ളുകുടിച്ചു പോയി, തോന്നിവാസം ചെയ്തു, പലിശയുമായി ഇടപെട്ടിട്ടുണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അനാവശ്യങ്ങൾ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. റബ്ബേ, ഗൗരവങ്ങൾ അറിയില്ലായിരുന്നു റബ്ബേ. 100 ആൾക്ക് പുറത്തു കൊടുത്ത റബ്ബേ, ഞാൻ 100 ആളെ കൊന്നിട്ടില്ലല്ലോ റബ്ബേ. ഇത് ഞാനും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, ഞാനും മനുഷ്യരുമുള്ളത് കുറച്ചേ ഉള്ളൂ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ചോദിച്ചാൽ ഉടനെ പുറത്തു തരാൻ ഗഫൂറായ അല്ലാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. നിരാശപ്പെടരുത്, ആരും നിരാശപ്പെടരുത്. ഭാര്യമാരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തത്, ഭർത്താക്കന്മാർ അറിയാത്ത രീതിയിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളത് പറയണ്ട, അല്ലാഹുവിനോട് പറഞ്ഞേക്കിൻ. പറ്റിപ്പോയിട്ടുണ്ട് ഭർത്താവേ, എനിക്ക് പുറത്തു തരണം. നമ്മുടെ അമ്മായിന്റെ മോൻ ഇടക്കിടക്ക് വരുന്നവനല്ലേ, ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു പോയി. പറയണ്ട. എന്തുകൊണ്ട് പറയണ്ട? നിങ്ങൾ പറയുന്ന ആരോടാണോ പറയുന്നത്, ആ ആൾ അല്ലാഹുവിനോളം നിങ്ങളോട് കരുണയുള്ള ആളല്ല. ആ മനുഷ്യൻ നിങ്ങളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. നീ അത് ചെയ്തവളല്ലടി, നീ അങ്ങനെ വ്യഭിചരിച്ചില്ലേ, ഞാൻ ഗൾഫിൽ പോയി നേരെ തന്നെ, ഇവന് നിന്നോട് കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ അവൻ കടന്നത് ഈ പാവപ്പെട്ട പെണ്ണറിഞ്ഞിട്ടില്ല. അതവൻ മൂടിവെച്ച് ഇവളെ അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മോളെ, അല്ലാഹുവിനോട് പറയേ, തെറ്റുകൾ അല്ലാഹു പുറത്തു തരട്ടെ. തിന്മ ചെയ്ത ഭർത്താവ് എന്റെ സ്വന്തം ഭാര്യയോട് ഞാൻ എല്ലാ സ്വകാര്യവും പറയുന്നവനാണെന്നാൽ എന്റെ ഭാര്യയോട് ഞാൻ ഇതും കൂടെ പറയട്ടെ. കോളേജിൽ പഠിക്കുമ്പോഴോ, ടൂർ പോയപ്പോഴോ, ഗൾഫിലേക്ക് പോയപ്പോഴോ, ബാംഗ്ലൂരിലോ ബോംബെയിലോ ജോലി ചെയ്തപ്പോഴോ ഇന്നാലിന്ന തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മൂടിവെക്കുന്നത് അവളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരാളുടെ മുമ്പിലും കുമ്പസരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. നിന്റെ തെറ്റ് റബ്ബിനോട് പറയും, അല്ലാഹു പുറത്തു തരും. വസാരിഊ, വേഗം വരും, ഞാൻ തരാം. എന്താണ് ആ വാക്ക്? വേഗം വരും. നിങ്ങൾ എന്താ ചോദിക്കാത്തത്? അങ്ങനത്തെ റബ്ബാ നമ്മുടെ റബ്ബ്. വജന്ന, എന്റെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ? തെറ്റ് ചെയ്യാത്ത ആളുകളാണ് ഭൂമിയിലുള്ളതെങ്കിൽ അല്ലാഹു ഗഫൂറാണെന്ന് എങ്ങനെ വരും, എങ്ങനെ മനസ്സിലാവും? തെറ്റ് ചെയ്തവർക്കല്ലേ അല്ലാഹു പുറത്തു കൊടുക്കുക. പുറത്തു കൊടുക്കുന്നവൻ എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അതിനർത്ഥം തെറ്റുകൾ ചെയ്യുന്നവരാ മനുഷ്യർ. തെറ്റ് ചെയ്യാനുള്ള പ്രചോദനമല്ലേ ഇത്? ചെയ്തവർക്ക് പശ്ചാത്തപിക്കാനുള്ള പ്രചോദനമാണ്. വജന്നത്തിൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരൂ. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് അല്ലാഹുവിന്റെ സ്വർഗം. ആകാശഭൂമികളോളം
3 BHK എന്നൊക്കെയാണ് നമ്മൾ, 3 bedroom hall kitchen. ഇപ്പൊ കോഴിക്കോടൊക്കെ ഇപ്പൊ എത്രയാണ് 3 BHK? 1 കോടിയൊക്കെ ആയോ ഇലക്ട്രിക് സാഹിബ്? 1.5 കോടി 3 BHK 1.5, ഹൈലൈറ്റിലോ വലിയ 1.5 കോടി കൊടുത്താൽ 3 ബെഡ്റൂം, 1 കിച്ചനും 2 ബാത്റൂമും ഉണ്ടാവും, 1 ഹാളും. 1.5 കോടി, 1 കോടി. അള്ളാന്റെ സ്വർഗത്തെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ജന്ന, സ്വർഗം. അർളുഹാ, ആ സ്വർഗത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, വീതി എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിലല്ല. നമ്മൾ സ്ക്വയർ ഫീറ്റാ പറയാ, സ്ക്വയർ ഫീറ്റ് അല്ല. വീതി എത്രയെന്നറിയോ? ഈ പ്രപഞ്ചത്തോളം വീതിയാണ് സ്വർഗത്തിന്. അപ്പൊ നീളം എത്രയാണ്? അല്ല പറഞ്ഞിട്ടില്ല നീളം, വീതിയാ പറഞ്ഞിട്ടുള്ളത്. നീളങ്ങൾ ഊഹിച്ചാൽ മതി. അല്ലാഹ്, എന്താ പറയണ ലോകമല്ലേ. നമുക്ക് ഇവിടെ എത്ര ഏക്കർ കിട്ടിയാൽ മതിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? 50 ഏക്കർ കിട്ടിയാൽ പിന്നെ വെറുതെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാൻ വാങ്ങൂല എന്നാർക്കും തോന്നുന്നുണ്ടോ? 100 കിട്ടിയാൽ വാങ്ങൂലേ? അവിടെ കടന്നോട്ടെ, പിന്നെ വിൽക്കാന്നല്ലേ, എങ്ങനെയല്ല ആലോചിക്ക. സ്വർഗം കിടക്കാൻ ആകാശ ലോകങ്ങളോളം വിശാലമാണ്. നിങ്ങൾ പോരുന്നില്ലേ? അള്ളാഹ് ചോദിക്കാണ്, വേഗം ഇങ്ങോട്ട് വരിൻ, നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കണത്? ബാജിറൂ സാബിഖൂ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ, പുറത്തു തരാൻ നിങ്ങൾ എന്താ വേഗം വരാത്തത്? ഞാനിവിടെ ഇല്ലേ? നിനക്ക് അള്ളാഹ്ക്കിനെ ചോദിക്കാൻ കഴിയും. ഇങ്ങോട്ട് വരിൻ. കമ്പനിയിൽ നിന്ന് ഒരിക്കൽ തെറ്റേതാ വാണിംഗ് കിട്ടും. ഗൾഫിലൊക്കെ ആണെങ്കിൽ വേഗം ടെർമിനേഷൻ തന്നെ കിട്ടിയെന്ന് വരും. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ സിന്ദാബാദൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ചാലൊക്കെ പിടിച്ചേക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, തെറ്റുകൾ നിരന്തരം സഹിക്കാൻ ഒരു എംപ്ലോയറും തയ്യാറാവില്ല. അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും സലാമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്ന വഴി സൗകര്യം ചെയ്തു കൊടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഒരു വലിയ സൗഭാഗ്യമാണ് നമ്മളുടെ കൂടെ മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് ദുആ ചെയ്തു തരാൻ ഉണ്ടാവുന്നത്. ആരെങ്കിലും നമ്മളിൽ ചെയ്ത ഒരു നന്മയുടെ ഉത്തരായിരിക്കുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൗകര്യം ചെയ്തു കൊടുക്കേ. ബിസ്മില്ലാഹ്. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض. ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം. നിങ്ങൾ വരുന്നില്ലേ? വേഗം വരിൻ. വേഗം ചെയ്യാനാ പറയണത്, നോക്കി നിൽക്കരുത്. നന്മകൾ ഖൈറുൽ ഉമൂരി അജലു, നന്മകളിൽ ഏറ്റവും ഖൈർ പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ പറഞ്ഞു നിങ്ങൾ സ്ക്വയർ ഫീറ്റ് തരുമോ? 1 കൊടുത്താലോ അപ്പോഴേക്ക് കൊടുത്തേക്കണം. വീട്ടിലെത്തിയത് അര പോലും കിട്ടൂല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് തണുക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് 70 പിശാചുക്കൾ മനുഷ്യനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. വേണ്ടടോ, വേണ്ട വേണ്ട, അതെ പിന്നെ നാളെ മറ്റേ അതിൽ കൊടുത്ത പൈസ ലാഭാവൂലെ, ഇങ്ങനെ പറഞ്ഞു വസ്വാസാക്കുന്ന അല്ലാഹ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ യുസാരിഊന ഫിൽ ഖൈറാത്ത്, സമയം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് വളരെ പെട്ടെന്ന് നന്മകൾ ചെയ്തവരായിരുന്നവര് വളരെ പെട്ടെന്ന് ഇതിനാ കാത്തിരിക്കുന്നത് എന്ന്.
സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പുകഴ്ത്തി പറയുന്നുണ്ട് സൂറത്ത് ആലു ഇംറാനിൽ, വയുസാരിഊന ഫിൽ ഖൈറാത്തി വഉലൈക മിനസ് സ്വാലിഹീൻ. സജ്ജനങ്ങൾ നന്മകൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നവരാണ്. മുനാഫിക്കുകൾ ആ മടിയന്മാരെന്നാ. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. മടിയോടുകൂടെയ കപടവിശ്വാസികൾ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. മുഅ്മിനീങ്ങൾ പങ്കെടുത്തോ, അൽഹംദുലില്ലാ എന്നാ വേഗം വരി, സമയമായല്ലോ എന്ന് പറ. സമയം ഇപ്പൊ മതിയോ, കുറച്ചുകൊണ്ട് പോരെ, ഇപ്പൊ കള്ളാവൂലല്ലോ. ഇതാ മുനാഫിക്കുകളുടെ സ്വഭാവം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖാമൂ കുസാല, മടിയന്മാരായിട്ടാ വരുന്നത്. മുത്തനബി തങ്ങൾ ചോദിക്കുകയാണ്, ബാദിറൂ ബിൽ അഅമാലി സബ്ആ. 7 അവസ്ഥകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കിയാൽ ഒരു സൈക്കോളജിസ്റ്റിനും പോകേണ്ട ആവശ്യമില്ല, ഒരു കൗൺസിലിങ്ങും ആവശ്യമില്ല. നബി തങ്ങൾ പറഞ്ഞുതരാണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാദിറൂ ബിൽ അഅമാലി സബ്ആ. 7 വിഷയങ്ങൾ വരുന്നതിന്റെ മുമ്പേ നിങ്ങൾ കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യണേ. സമയം കടന്നു പോകുന്നത് വളരെ പെട്ടെന്നാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യണം. ഹൽ തൻതദിറൂന ഇല്ലാ ഗിനൻ മുത്ഗിയാ. ഇപ്പൊ പൈസ ഒന്നും കയ്യിലില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരുപാട് കാശ് കയ്യിൽ വരും. അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള അകലം വരും, റബ്ബിൽ നിന്ന് അകലും. പൈസയുടെ തിരക്കിലേ നിസ്കരിക്കാനും നേരം ഉണ്ടാവില്ല, ഒന്നിനും സമയം ഉണ്ടാവും. ഇല്ലാ മാ റഹിമ റബ്ബി. മുഅ്മിനീങ്ങൾക്ക് നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. സജ്ജനങ്ങളുടെ കയ്യിൽ സ്വാലിഹായ സമ്പത്തുണ്ടാകുന്നത് ഖൈറാൻ, അവർക്ക് അത് ഉപകാരം ഉണ്ടാകും, സമൂഹത്തിന് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദാരിദ്ര്യത്തിന്റെ ശേഷം അള്ളാഹുവിനെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യമാണോ? അതിന് കാത്തിരിക്കുക. നമ്മൾ വിചാരിക്കൂലേ, എനിക്കിപ്പോ 1 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ, എന്നാലും എത്രയാ മേനെ 1 സ്ക്വയർ ഫീറ്റിന് 2000, എൻ്റെ 100 ഉറുപ്പിക മതി കാക്ക, അത് മതി, തന്നാ മതി. ആ 100 ഉറുപ്പികൾക്ക് കിട്ടുമല്ലോ, അൽഹംദുലില്ലാ, ഞാൻ പൈസ ഉണ്ടായിട്ട് അങ്ങനെ ഇപ്പൊ കൊടുക്കിൻ. അതാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് സ്ക്വയർ ഫീറ്റ്, ഞാൻ എറണാകുളത്ത് ബിൽഡിംഗ് വാങ്ങാൻ പോവാ, അങ്ങനെ അപ്പൊ ചിന്തിക്കാം. അള്ളാഹുവിനെ മറപ്പിക്കുന്ന സമ്പാദ്യം ചിലപ്പോൾ കിട്ടും. അള്ളാഹു അവനെ മറപ്പിച്ചു കളയുന്ന സമ്പത്ത് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഒരുപാട് കാശുണ്ടായതിന് ശേഷം എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ബിസിനസ് ഉള്ളവരുടെ ബിസിനസ് നഷ്ടപ്പെടും. ഈ ലോകം അങ്ങനെയാണ്. നല്ല ജോലി ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടും. ഈ ലോകം അങ്ങനെയാണ്. വിഷമമുണ്ടാക്കുന്ന രോഗമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ആരോഗ്യമുണ്ടായതിന്റെ ശേഷം രോഗം അള്ളാഹു തരും, സ്വാഭാവികമാണ്. ഇപ്പൊ ആരോഗ്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു രോഗം തരും. നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത്? വേഗം ചെയ്യുവിൻ. പിച്ചും പേയും പറയുന്ന സ്വബോധം നഷ്ടപ്പെടുന്ന വാർദ്ധക്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് പറയുന്നത് എന്താണെന്നറിയാത്ത ഒരു വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന മരണമാണോ നിങ്ങളിൽ കാത്തിരിക്കുന്നത്? ജീവിതത്തിന് ശേഷം മരണവും വരാനിരിക്കുകയാണ്. മസീഹുദ്ദജ്ജാലിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അവൻ പെട്ടെന്നായിരിക്കും വരുന്നത്, അപകടപ്പെടുത്തുന്നത്. അതല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് അന്ത്യനാളിനെയാണോ? ലോകാവസാനം വളരെ കൈപ്പുള്ളതും ഭീതിജനകവുമാണല്ലോ. ഇതൊക്കെ വരുന്നത് വരെ കാത്തിരിക്കുകയാണോ? പെട്ടെന്നാവട്ടെ. ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം പോകുമെന്നും സന്തോഷമുള്ളവന്റെ സന്തോഷം നഷ്ടപ്പെടുന്ന അവസരം വരുമെന്നും കച്ചവടങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമെന്നും നഷ്ടപ്പെട്ടവർക്ക് ലാഭമുണ്ടാകുമെന്നും ആരോഗ്യത്തിന് ശേഷം രോഗമാണ്, വാർദ്ധക്യം വരുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു കാലഘട്ടത്തിന്റെ ശേഷം മസീഹുദ്ദജ്ജാല് വരുന്നുണ്ട്, ലോകാവസാനം വരുന്നുണ്ട്. എന്താ നോക്കി നിൽക്കുന്നത്? വേഗമാവട്ടെ, വേഗമാവട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉലമാ പറഞ്ഞത്, അജിബ്തു ലിമൻ യുസല്ലി സുബ്ഹ
ബഅദ തുലൂഇ ശംസ് കൈഫ യുർസഖു. ഞാൻ അത്ഭുതപ്പെടുകയാണ്, സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം, സൂര്യൻ ഉദിച്ചുയർന്നു വന്നതിന്റെ ശേഷം സുബ്ഹി നിസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അല്ലാഹു റിസ്ക് കൊടുക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആ നിസ്കാരം വേഗം കൃത്യമായ സമയത്ത് നിർവഹിക്കാതെ സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നതിന്റെ ശേഷം സുബ്ഹി നിസ്കരിക്കുന്ന ആളുകളെ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ബഅദു സ്വാലിഹീൻ. കൈഫ യുർസഖു, എങ്ങനെ അവർക്കൊക്കെ അല്ലാഹു റിസ്ക് കൊടുക്കുക? സുബ്ഹി നിസ്കരിച്ചത് നേരം വെളുത്തതിന്റെ ശേഷമല്ലേ? അല്ലാഹ് സമയം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. എന്തുകൊണ്ട്? ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്നത് ടൈം പ്രിസ്ക്രൈബ്ഡ് ആണ്, സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. ഒന്ന് നിസ്കാരം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമളാനിൽ ആസന്നരാവുന്നവർ റമളാൻ മാസം നോമ്പെടുക്കണം. റമളാൻ എന്നൊരു സമയമുണ്ട് അവിടെ. വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി. ഒരു കൃഷിയുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഏത് ദിവസമാണോ നിങ്ങൾ അതിന്റെ ഹാർവസ്റ്റ് ചെയ്യുന്നത് ആ ദിവസം സക്കാത്ത് കൊടുക്കണം. ഏത് സമയമാണോ സ്വർണത്തിന്റെയോ നിങ്ങളുടെ കച്ചവടത്തിന്റെയോ വർഷം പൂർത്തിയാവുന്നത് അറബ് മാസപ്രകാരം ആ ദിവസം നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമായി. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. ഹജ്ജ് കൃത്യമായും അറിയപ്പെട്ട മാസങ്ങളിലാ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇഹ്റാമും ഒരുക്കങ്ങളും നടക്കാൻ പോകുന്നതിന് കൃത്യമായ സമയമുണ്ട്. ഷഹാദത്ത് കലിമയെ പറ്റി പറഞ്ഞില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം കൃത്യമായ സമയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി തങ്ങളോട് പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. വ ഇന്ന മിൻ വറായികും അയ്യാമാ. നിങ്ങൾക്ക് പിറകിൽ വളരെ പ്രയാസകരമായ കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. വളരെ പ്രയാസമുള്ള കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അസ്സബ്റു ഫീഹിന്ന, ക്ഷമയോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞത് മിസ്ലൽ ഖബ്ദി അലൽ ജംറ. തീയിന്റെ കനൽ കയ്യിൽ പിടിച്ചു വെച്ചതുപോലെയാണ്. തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ അരയിടത്ത് പാലത്തൊരു വഅദ് നടക്കുന്നു എന്ന് പറയാം, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഗാനമേള നടക്കുന്നു എന്നറിയുക. നമ്മൾ എങ്ങോട്ടാണ് എത്തുക, ഏത് ചോയ്സ് നമ്മൾ ചെയ്യുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. സബർ, ക്ഷമ വേണ്ടി വരും. അള്ളാഹു നമുക്കത് എമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൈറ്റ് എന്താ ഇവിടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, സമയം ആയാൽ നമ്മൾ നിർത്തണം. സമയം ആയാൽ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ലല്ലോ, നന്നാക്കുന്നുണ്ട്. ജനറേറ്റർ ഓഫ് കൊടുക്കൂടെ? ബിസ്മില്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 റജുലാ യഅമലൂന മിസ്ല അമലിഹി. ആ കാലഘട്ടത്തിൽ സൽക്കർമ്മം ചെയ്യുന്ന ആണിനും പെണ്ണിനും 50 ആളുകളുടെ കൂലിയുണ്ടാകും. എന്നറിയോ? പ്രയാസമുള്ള കാലം. നമ്മളൊക്കെ അങ്ങോട്ട് എത്തിയോ? അല്ലാഹു ആലം, എത്തിയിട്ടുണ്ടാവാം. ദീൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ അങ്ങനത്തെ ഒരു കാലം. വലിയ പ്രയാസം ഉണ്ടാവും ദീനനുസരിച്ച് ജീവിക്കാൻ. എല്ലാവരും തിന്മയും ഇവൻ ചെയ്യാതിരിക്കാൻ. 50 ആളിന്റെ കൂലി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങളിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ അവരിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ? ബൽ അജ്റു 50 മിൻകും, സ്വഹാബികളെ, നിങ്ങളിൽ 50 ആളുകൾ ചെയ്യുന്ന കൂലി 21-ാം നൂറ്റാണ്ടിലോ 22-ാം നൂറ്റാണ്ടിലോ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുമെന്നായിരിക്കണം ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹു അലം. ഇന്നൊരു നന്മ ചെയ്താൽ സ്വഹാബികളിൽ 50 പേർ ആ നന്മ ചെയ്തതിന്റെ കൂലി. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ. മുത്തുനബിയോട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന സ്വഹാബി ചോദിക്കുമായിരുന്ന ചോദ്യങ്ങൾ വളരെ വിചിത്രമാണ്. ഓരോരുത്തരും നബിയോട് ഓരോരോ കാര്യം എന്ന് ചോദിക്കൂലേ?
ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നത് ഷർറുകളെ കുറിച്ചായിരുന്നു. നബിയെ, വിപത്തുകൾ വരാനുണ്ടോ നബിയെ, പ്രയാസങ്ങൾ വരാനുണ്ടോ നബിയെ? ആ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. കാനന്നാസു യസ്അലൂന റസൂലല്ലാഹ്. നിങ്ങൾ സ്വലാത്തിലില്ലേ? കാനന്നാസു യസ്അലൂന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങൾ ചോദിച്ചിരുന്നത് അനിൽ ഖൈരി, നന്മകളെ കുറിച്ചാ. നബിയെ, അഫ്ളലുൽ അഅമാൽ എന്താ നബിയെ? നബിയെ, ദുല്ലനി അലാ അമലി യുഖർരിബുനി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരൂ നബിയെ. നബിയെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ നബിയെ? നബിയെ, മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റിയ ഗുണം എന്താ നബി? ഇങ്ങനെയാ ചോദിക്കുക. ഞാനോ വകുന്തു അസ്അലുഹു അനിശ്ശർരി, നബിയെ അപകടങ്ങൾ ഉണ്ടോ നബിയെ, അപകടങ്ങളുണ്ടോ നബിയെ, ഷർറുകളുണ്ടോ നബിയെ എന്ന് നബിയോട് ഞാൻ ചോദിക്കും. മഖാഫത അയ്യുദ്രികനി, ആ ഷർറുകളിൽ ഞാൻ പെട്ടുപോവാതിരിക്കാൻ. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്. ഇനി ശ്രദ്ധിക്കുക, വലിയൊരു ഹദീസാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നത് ഷർറുകളെ കുറിച്ചാണ്. അത് ഇന്നത്തെ രാത്രിയോട് യോജിക്കുന്നു എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച, ഈ ഹദീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നാ കുന്നാ ഫീ ജാഹിലിയത്തിൻ, ഇസ്ലാമിന്റെ മുമ്പ്, ജാഹിലിയത്തിന്റെ കാലം, പ്രീ ഇസ്ലാമിക് പീരീഡ്, ഇസ്ലാമിന്റെ മുമ്പുള്ള കാലം ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നബിയേ. വശർരിൻ, ഞങ്ങൾ കടുത്ത മോശമായ ജീവിതത്തിലായിരുന്നു. ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈർ, അപ്പോഴല്ലേ നബിയെ അല്ലാഹു ഞങ്ങൾക്ക് നിങ്ങളെ തന്നത്, വിശുദ്ധ ഖുർആൻ തന്നത്, ഇസ്ലാം തന്നത്. ഇസ്ലാം കിട്ടി. ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർരിൻ, ഈ നന്മക്ക് ശേഷം എന്തെങ്കിലും ഷർറുകളുണ്ടോ നബിയെ? എന്തെങ്കിലും പ്രയാസം വരാൻ പോണ്ട നബിയെ? ഇസ്ലാമിലായി ഞങ്ങൾ, ഇസ്ലാമില്ലാതെ പോകുന്ന കാലം വരുമോ? നഅം, ഉണ്ട്. ഇസ്ലാമൊക്കെ പഴഞ്ചനാണെന്ന് പറയുന്നൊരു സമയം വരും. ഞാൻ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, വഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈരിൻ, ഏതെങ്കിലും ഷർറിന്റെ ശേഷം ഇനി നന്മയുണ്ടോ നബിയേ? നബിയോടുകൂടെ ജീവിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നന്മയാണ്. ഇനി ഇതില്ലാത്ത, ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു സമയം വരും. അത് കഴിഞ്ഞിട്ട് നന്മ വരുമോ നബിയേ? നഅം, വരുന്നുണ്ട്. വഫീഹി ദഖനുൻ, അതിൽ ദഖൻ. ഞാൻ ചോദിച്ചു, വമാ ദഖനുഹു, എന്താണ് നബിയെ ദഖൻ എന്ന് പറഞ്ഞാൽ? ഖൗമുൻ യഹുദൂന ബിഗൈരി ഹദീ, എന്റെ ആദർശങ്ങളല്ലാത്തത് ലോകത്ത് കൊണ്ടു നടക്കുന്നവർ. തഅരിഫു മിൻഹും വതുൻകിറു, അവരിൽ ചെയ്യുന്ന ചിലത് നിങ്ങൾക്ക് അംഗീകരിക്കാം, ചിലത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നന്മ വരും. ഞാൻ ചോദിച്ചു, നബിയെ, ആ നന്മക്ക് ശേഷം വേറെ ഷർറ് വരാനുണ്ടോ? ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ, ആ ഒരു നന്മ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കും, എന്നാൽ ന്യൂ ഇയർ വരുമ്പോഴൊക്കെ ഒന്ന് മിനുങ്ങും, കല്യാണത്തിനൊക്കെ ഇച്ചിരി കള്ളുപിടിക്കും, എന്നാ പിന്നെ നിക്കാഹൊക്കെ പള്ളിയിൽ ഉസ്താദന്മാരൊപ്പം തന്നെ അന്ന് അസ്റും ളുഹറൊക്കെ നിസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടിക്കുഴച്ചു പോകുന്നൊരു കാലം വരുന്നു. സുബ്ഹാനല്ലാഹ്. കല്യാണം ആലോചിക്കാനാവുമ്പോഴേ ഒന്നാം സഫിൽ പോയിരിക്കുമല്ലോ ചെറുപ്പക്കാര്. ആലോചന വരുമ്പോ ആ ചെറുപ്പക്കാരനെ ഇന്നലെ സുബൈക്ക് ഞാൻ കണ്ടല്ലോ, ഈ 21-ാം നൂറ്റാണ്ടിലൊക്കെ സുബൈസ്ക്കൊക്കെ ചെറുപ്പക്കാരനെ കിട്ടുമോ? അങ്ങനെ പറയാം. വാപ്പാരെ കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ എന്താ പറയാന്നറിയാ, കള്ളുപിടിച്ച് വീഴാത്ത ടൈപ്പ് വല്ലതും ഉണ്ടോ കിട്ടാൻ? ചെറുപ്പക്കാരെ, കള്ളു കുടിക്കാത്തത് ചോദിക്കാൻ വയ്യ, വീഴാത്തതുണ്ടെങ്കിൽ മതിയെന്ന. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ കോലത്തേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ കുറച്ച് ദീനുണ്ട്. പിന്നെ അതെന്താണെന്നറിയോ, വേദനും പോയിരിക്കും, ഗാനമേളുണ്ടെങ്കിൽ ഒന്നാം സഫിൽ അവിടെ ഉണ്ടാകും, സിനിമാ തിയേറ്ററിലും ഉണ്ടാകും. ഇങ്ങനത്തെ ടീം, അതാണ് വിഷയം. അങ്ങനത്തെ ഒരു കാലം വരുന്ന അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. കുറെ ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് ചില ആളുകൾക്ക് വിഷമാകുമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരിക്കാം. കാണപ്പെടാത്തിടത്തേക്കൊക്കെ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ദീനിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ അങ്ങനത്തെ സദസ്സുകളിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു, നബിയെ, ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ,
ആ നന്മക്ക് ശേഷം അതൊരു ചെറിയ നന്മയാണെങ്കിലും അതിന് ശേഷം വലിയ വിപത്ത് വരാനുണ്ടോ? ഉണ്ട്. നരകത്തിന്റെ വാതിലിലേക്ക് നിങ്ങളെ വിളിക്കുന്നവർ വരും. നരകത്തിന്റെ വാതിലിലേക്ക് വിളിക്കുന്നവർ, ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളോടൊപ്പം ചേർന്നു വാ എന്ന് വിളിക്കുന്നു. അതായിരിക്കും നമ്മുടെ കടപ്പുറത്തൊക്കെ ഇന്ന് കാണുക. ബാറുകളിൽ കാണുന്ന ഇന്നത്തെ കച്ചവടം പൊടിപൊടിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങോട്ട് പോരിൻ, ഇന്ന് ഡിസ്കൗണ്ട്, ഇന്ന് പ്രത്യേകമായ ചില വിഭവങ്ങൾ വരിന്നെന്ന്. ഒരു ചുംബന സമരം കഴിഞ്ഞതിന്റെ ശേഷം കോഴിക്കോട് നഗരത്തിൽ നാളെ ഒന്ന് വേണമെന്ന് പറഞ്ഞു വെച്ച സംഘടനകളുണ്ട്. നരകത്തിന്റെ വാതിലിലേക്ക് വരുന്നുവോ, ഞങ്ങളുടെ കൂടെ കൂടിക്കോ, പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാമെന്ന് പറയുന്നവർ. നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യാനുള്ള സംഘടനകൾ. അവർ ചെയ്യുന്ന ദഅവത്ത് നരകത്തിലേക്ക് കൊണ്ടുപോവലാണ്. ആരെങ്കിലും ആ പരിപാടികൾക്ക് പോയാൽ നരകത്തിലേക്കാണ് അവരെ തള്ളിവിടുന്നത്. ഞാൻ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയേ. ഹും മിൻ ജിൽദതിനാ, അവരെ നമ്മുടെ ആളുകൾ തന്നെയാണ്. വയതകല്ലമൂന ബിഅൽസിനതിനാ, നമ്മുടെ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഉപയോഗിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാണ് ഇത്തരം സംഘടനകൾക്ക് നേതൃത്വത്തിലേക്ക് വരുന്നവർ. മുസ്ലിമീങ്ങളായ ആളുകൾ തിന്മയുടെ സാഹചര്യങ്ങൾ ഒരുക്കുകയും ആളെ കൂട്ടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഗാനമേളൊക്കെ സംഘടിപ്പിച്ച സംഘാടകരാരാ? മുസ്ലിമീങ്ങൾ. മ്യൂസിക് ഇല്ലാത്ത ഗാനമേള വെച്ചോളിങ്ങൾ. നല്ല പാട്ട്, അള്ളാഹിനെ പറ്റി, നബിനെ പറ്റി, ദീനിനെ പറ്റിയുള്ള എന്ത് രസമുള്ള മധുഗാനങ്ങളുണ്ട്. അങ്ങനൊരു ഗാനമേള വെച്ചൂടെ? മ്യൂസിക് ഇല്ല, പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റുന്നില്ല, 1 നമ്പർ നല്ല നല്ല മധുഗാനങ്ങൾ, അതൊക്കെ പാടാൻ റെഡിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആളെ കിട്ടൂലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. നല്ല അത് നമ്മളൊരു കാര്യം, ഒരു സമൂഹത്തിന് വിരോധം, നമ്മളതിനെ എതിർക്കുന്ന സമയത്ത് സമൂഹത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കണം എന്നാ പകരം എന്ത്? മ്യൂസിക് ഉപയോഗിക്കരുത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിന്മേൽ കയറ്റരുത്. ഇതൊന്നുമില്ലാത്ത നല്ല മദഹഗാനങ്ങൾ അടിപൊളിയായിട്ട് പാടൂലേ, എന്ത് രസമുണ്ടാവും. ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് റേഡിയോകളുണ്ട്, നല്ല നല്ല റസൂലുള്ളാഹി തങ്ങളുടെ മദഹഗാനങ്ങൾ. ഷാർജ റേഡിയോ, ദുബൈയിലെ നൂർ ദുബൈ റേഡിയോ, നൂർ ദുബൈ ചാനലുകൾ, നല്ല ഒരു മ്യൂസിക്കും ഇല്ല, മൈക്ക് തന്നെ അങ്ങ് നന്നായാൽ എന്ത് രസമുള്ള പാട്ടുകളാണ്. ഇവിടുത്തെ സുഹൃത്ത് ആലപ്പുഴക്കാരൻ അനസ് വന്നിരുന്നു പെട്ടാമ്പിയിൽ 2-3 ദിവസം മുമ്പ്. നല്ലൊരു മദഹഗാനം, എന്ത് രസമുള്ള പാട്ട്. യാ അല്ലാഹ്, സലാം നബിയെ, നബിക്ക് സലാം എന്ന് പറഞ്ഞൊരു പാട്ടുപാടി. അത്ഭുതപ്പെടുകയാണ്. അങ്ങനെയൊക്കെ പാടാൻ പറ്റുന്ന ചെറുപ്പക്കാർ നമ്മുടെ അടുത്തുണ്ട്. എന്തിനാ പിന്നെ ഈ മുട്ടും പാട്ടും ചലങ്കിയും വെച്ചിട്ട് പെണ്ണുങ്ങളെയും വെച്ചിട്ട് എന്തിനാ ഹറാമിന്റെ സമ്പാദ്യം? എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇങ്ങനെ ഗാനമേള നടത്തി നിങ്ങൾ സ്വതം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് അള്ളാഹു സ്വീകരിക്കൂല, അത് ഹറാമിന്റെ പൈസയാ. എന്തിനാ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നത്? ഹലാലായ രീതിയിൽ അള്ളാഹു വഴിവെച്ചിരിക്കെ എന്തിന് ഹറാമിന് പോകണം? ട്രെൻഡ് മാറ്റി നോക്കുക. മ്യൂസിക് എല്ലാവരും ചെയ്യുന്നില്ലേ? മുസ്ലിമീങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക. മ്യൂസിക് ഇല്ലാത്ത ഗാനമേള, നല്ല 1 നമ്പർ മാസ്റ്റേഴ്സ്, ചെറുപ്പക്കാർ പാടുന്നു മദ്ഹഗാനങ്ങൾ. അവിടെ കൂടിക്കലരുന്ന രീതി വരുന്നില്ല, പെണ്ണുങ്ങൾ സ്റ്റേജിൽ വരുന്നില്ല, നല്ല മദ്ഹഗാനം, നല്ല ട്രൂപ്പുകൾ സംഘമായി പാടട്ടെ. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ശറഅ് പാടില്ല എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഹലാലായിട്ട് നിങ്ങൾ ചെയ്തോ, ഹറാമായിട്ട് ചെയ്യല്ലേ. അങ്ങനെ ആലോചിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉമ്മത്തിന് അള്ളാഹു ഹറാമ് കേൾക്കാനോ കാണാനോ ഉള്ള അവസരം ഒരു മുസ്ലിം സംഘടനകളും ചെയ്യരുത്. ഒരു മുസ്ലിം സംഘടനകൾ ചെയ്യരുത്. ഹും മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, നമ്മുടെ ഭാഷ സംസാരിക്കുകയും നമ്മുടെ സംസ്കാരമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ്.
നരകത്തിന്റെ വാതിൽക്കൽ വന്ന് വിളിക്കുന്നവ ചില ആളുകൾ വരും. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് വരുന്നോ എന്ന് ടിക്കറ്റ് സെയിൽ ചെയ്യുന്ന ആളുകൾ വരാനുണ്ടെന്ന് എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞുവെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ. കൈ ഇങ്ങനെ ഹൃദയത്തിന്റെ ഭാഗത്തുനിന്ന് വെച്ചു നോക്കിയാൽ മിടിപ്പുണ്ടോ? നോക്കി ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഒരു മിനിറ്റിൽ എത്ര സമയമാണ് മിടിക്കുന്നത്? ഒരു മിനിറ്റിൽ ഏകദേശം എത്ര ഡോക്ടേഴ്സാ പറയേണ്ടത്? 60 70 ഏകദേശം about 70 times per minute. 60 സെക്കൻഡിൽ 70ഓളം തവണ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നെഞ്ചത്ത് ഇങ്ങനെ വെച്ച. നിങ്ങൾ വെച്ച് നോക്കിയോ? ഒന്ന് നോക്കി പൊന്നാരെ മുമ്പിനെ ഇവിടെ മുട്ടുന്നുണ്ടോ നോക്കി. ഇല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കേണ്ടി വരൂലേ? നോക്കി. ഉണ്ട്. ഓരോ മുട്ടുന്നതും പറയാണ് ജീവിതം ഇങ്ങനെ ഓരോരോ മുട്ടുകളായിട്ട് ഇങ്ങനെ തരാട്ടോ. ഇത് കുറച്ച് തരുന്നതേ കാണുമ്പോ ഒന്നാകെ തോന്നും ഇത് ഓരോരോ ചെറിയ ചെറിയ മിടിപ്പുകളാ. ഒന്നങ്ങോട്ട് സ്റ്റോപ്പായാൽ കഴിഞ്ഞു നമ്മുടെ കഥ, തലകറങ്ങി വീഴുവിടെ. ഹാർട്ട് ബീറ്റുകൾ മനുഷ്യനോട് പറയുകയാണ്, ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി, ജീവിതം എന്ന് പറയുന്നത് ഏതാനും ബീറ്റുകളും സെക്കൻഡുകളുമാണ്. ഹാർട്ട് ബീറ്റ് അതാ പറയണത്. ജീവിതം എന്ന് പറഞ്ഞത് ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു, your heartbeats are telling you innal hayata daqa'iqun wa thawani, your life itself is a few beats and seconds. ജീവിതം എന്നത് ഇത്രയേ ഉള്ളൂ. ഫർഫഅ ലിനഫ്സിക ബഅദ മൗതിക ദിക്റഹാ ഫദ്ദിക്റു ലിൽഇൻസാനി ഉംറുൻ സാനി, അതുകൊണ്ട് മരണശേഷം രണ്ടാമത് നിന്റെ ജീവിതം സ്മരിക്കപ്പെടാൻ വേണ്ടി അധ്വാനിച്ചോ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അനുസ്മരിക്കപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ജീവനാണ്. മഹാനായ ശംസുൽ ഉലമയെ നമ്മളിവിടെ ഓർക്കുകയാണ്. വർഷങ്ങളായി ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ നവ്വറല്ലാഹു മർഖദഹുമാ വനവ്വറല്ലാഹു ഖുബൂറ ഉലമാഇ ജംഇയ്യത്തുൽ ഉലമാ ലിഉമൂമി കേരള, അല്ലാഹു തആല ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഉലമാക്കളിൽ നമ്മെ പഠിപ്പിച്ചവർ, നമുക്ക് മദ്രസകൾ ഉണ്ടാക്കി തന്നവർ, പള്ളികൾ സ്ഥാപിച്ചവർ, ജുമുഅ സ്ഥാപിച്ചവർ, പള്ളി ദർസുകൾ ഉണ്ടാക്കി തന്നവർ, ആ മഹാപ്രസ്ഥാനത്തിൽ വഫാത്തായി പോയ മഹത്തുക്കളുടെ ഖബറുകളെ അല്ലാഹുവേ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, പുറത്തു കൊടുക്കണേ തമ്പുരാനെ. നമ്മളവരെ ഓർക്കുന്നത് അവരുടെ മരണശേഷം അവർക്ക് കിട്ടുന്ന അടുത്ത ഒരു ജീവിതമാണ്. നമ്മൾ മരിച്ചത് നമ്മളെ പറ്റി ആരെങ്കിലും ഓർക്കുവോ എന്നതാണ്. മരണശേഷം ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ അത് നമുക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു ജീവിതമാണ്. മനുഷ്യന് ഫേമസ് ആവാനും പറ്റും, നൊട്ടോറിയസ് ആവാനും പറ്റും. ഫേമസും നൊട്ടോറിയസും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്കറിയാം. ഒന്ന് സുപ്രസിദ്ധിയാണ്, മറ്റേത് കുപ്രസിദ്ധിയാണ്. നൊട്ടോറിയസ് ആവണ്ട, ഫേമസ് ആയാൽ മതി. അങ്ങനെയാണ്. ഫേമസ് ആവാൻ നോക്കണ്ട, അത് അള്ളാഹു തരികയാണെങ്കിൽ വാങ്ങിയാൽ മതി. അതിനായിട്ട് ഫോട്ടോ എടുത്ത് ഞെളിഞ്ഞ് നടക്കരുത്, അതാണ് വിഷയം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. മരണത്തിന് ശേഷം സ്മരണയുണ്ടാവാൻ വേണ്ടി അധ്വാനിച്ചോളൂ എന്നാണ് പറയുന്നത്. അള്ളാഹു നമുക്കത് തരട്ടെ. നിർത്താനായോ? വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സഹോദരിമാരിവിടെ 2 പുനർവിവാഹം നടക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് സ്വർണ്ണമോതിരം അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. മുഹമ്മദ് എന്താണ് മുഹമ്മദ് അല്ല, ഒരു സ്വർണ്ണമോതിരം വേറൊരു സഹോദരി മുറാദ് ഹാസിലാവാൻ അള്ളാഹുവിനെ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മഹാന്മാരായ ഉലമാ അതുകൊണ്ടാണ് മരണശേഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരുപാട് അധ്വാനിച്ചവരാണ്, അതാണ് അതിന്റെ വ്യത്യാസം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാമ ഇബ്നുൽ ജൗസി അദ്ദേഹം കിതാബ് എഴുതാൻ എടുത്ത കിതാബ് എഴുതാൻ പേന അന്ന് മുള കൊണ്ടുണ്ടാക്കുന്നതാണ്, കലമാണ്. മഖ്ലൂം, കലമ യഖ്ലം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചുരണ്ടെടുക്കുക എന്നാ, ഷാർപ്പൻ ചെയ്യുക എന്നതാണ്. അങ്ങനെ പേന ചെത്തി ഉണ്ടാക്കിയ വേസ്റ്റ്
ബഹുമാനപ്പെട്ടവർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോ വഫാത്താകാൻ പോകുന്ന സമയം തണുപ്പുള്ള കാലഘട്ടമാണ്. ആ വെള്ളമെന്ന് ചൂട് പിടിപ്പിക്കാൻ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ പേന ചെത്തിയ കിതാബ് എഴുതാൻ ഞാൻ പേന ചെത്തി വെച്ച എന്റെ പേനയുടെ ബാക്കിയുള്ള തകിടുകൾ, ആ തവിടുകൾ നിങ്ങൾ എടുത്ത് എന്നെ വെള്ളം ചൂടാക്കാൻ എടുക്കുന്ന വെള്ളത്തിന് കത്തിക്കാൻ നിങ്ങൾ അത് ഉപയോഗിക്കണേ എന്ന് വസിയത്ത് ചെയ്തിരുന്നു മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു. വെള്ളം ചൂടാക്കാനേ വിറക് വേണ്ട, ഞാൻ ഈ കിതാബ് എഴുതാനെടുത്ത പേന ചുരണ്ടിയില്ലേ അതിന്റെയൊക്കെ പൊടികൾ അത്രക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. മഹാമഹാനവറുകൾ വഫാത്തായപ്പോ ആ പേനകളുടെ അവശിഷ്ടങ്ങളായ മരത്തിന്റെ അംശങ്ങൾ കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ വെള്ളം ചൂടാക്കിയത് എന്ന് കിതാബുകളിലുണ്ട്. തണുപ്പ് കാലമായിരുന്നു. അല്ലാമ ഇബ്നു ഷാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുകൾ രേഖപ്പെടുത്തിയത്, ഗ്രന്ഥങ്ങൾ എഴുതിയത്, ജീവിതകാലത്ത് വളരെ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എഴുതിയത് 300 വോള്യം ഗ്രന്ഥങ്ങളാണ്. 300 വോള്യം. ഒരു വോള്യം എന്ന് പറയുന്നത് 600 പേജുകളാണ്. 600 പേജ് ഉണ്ടാകുമ്പോഴേ സാധാരണ ഒരു വോള്യം എന്ന് പറയുള്ളൂ. അങ്ങനത്തെ 300 വോള്യം. മഹാനായ ചരിത്രപണ്ഡിതൻ അല്ലാമ ദഹബി പറഞ്ഞു, അല്ല, ബഹുമാനപ്പെട്ടവരുടെ കിതാബുകൾ ഞാൻ പരിശോധിച്ചപ്പോ 500 മുജല്ലദ് 500 വോള്യം ഉണ്ടായിരുന്നു. എന്താ പറയണത്? പണ്ടൊക്കെ ഭർത്താക്കന്മാർക്ക് പെണ്ണുങ്ങൾ ഗൾഫിക്ക് കത്തെഴുതുമായിരുന്നു. അതൊക്കെ എത്ര വോള്യം വരൂലല്ലോ, എന്തായാലും എത്ര നെറ്റി വിളിച്ചെഴുതിയാൽ. നമ്മൾ എന്തെഴുതി, നമ്മൾ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ വട്ടപൂജയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആയുസ് വട്ടപൂജയാണ്. പിന്നെ എന്ത് ഇയർ, എന്ത് മന്ത്, എന്ത് വീക്ക്, എന്ത് ഡേ, എന്ത് ടൈം. മഹാനായ നബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഇബ്നു അത്താർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നോട് എന്റെ ശൈഖ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ രാത്രിയോ പകലിലോ യാത്ര പോകുമ്പോൾ പോലും വായിക്കാതെ, എഴുതാതെ, ഇൽമുമായി ബന്ധപ്പെടാതെ ഒരു സമയവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 6 വർഷം കൃത്യമായ മുതാലയിൽ മാത്രം ചെലവഴിച്ചതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ടവർ കിതാബ് രചനകൾക്ക് സമയം കണ്ടെത്തിയത്. 6 വർഷം നോൺ സ്റ്റോപ്പ്. ഇതിൽ വേറൊരു രസമുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത നമ്മുടെ സുഹൃത്ത്, പേരൊന്നും ഞാൻ പറയില്ല, പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അദ്ദേഹം ലണ്ടനിൽ പോയി അവിടുന്ന് പാരീസിലേക്ക് ട്രെയിനിൽ പോയ കഥ പറയാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മലയാളികൾ ഈ ഫോൺ വെച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയാ. ബസ്സിലോ ട്രെയിനിലൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ, അടുത്തുള്ള ഉറങ്ങനുണ്ടാവും, വായിക്കുന്നവരുണ്ടാവും, ഇവന്റെ ശബ്ദം ഉറക്കെയായിരിക്കും. ഇതൊന്നും ആലോചിക്കൂല, അങ്ങോട്ട് പറയാൻ. ഞാനിപ്പോ എവിടെ സംസാരിക്കുന്നത്, തൊട്ടടുത്ത ആളുകളുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ ഇദ്ദേഹം UK നിന്ന് കടലിന്റെ അടിയിലൂടെ ഒരു ട്രെയിൻ ലൈൻ പോകുന്നുണ്ട് പാരീസിലേക്ക്. അവിടെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ ഉറക്ക നാട്ടിലേക്ക് വിളിക്കുക, പട്ടാമ്പിയിലേക്ക് വിളിക്കുകയാണ് ചങ്ങാതിക്ക്, അറിയോ ഞാനിപ്പം ഭൂമിന്റെ അടിയിൽ കടലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ട്രെയിനിലാണ്, ഞാൻ ഉറക്ക വിളിച്ചു പറയണം. അപ്പൊ ആളുകളൊക്കെ അദ്ദേഹം പറയാ. അപ്പൊ ഇംഗ്ലീഷുകാരും അല്ലാത്തവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇരുത്തം അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളൊക്കെ കുനൂത്തിലൊക്കെ നിൽക്കണ പോലുള്ള ഒറ്റ നൃത്തം. ഇരിക്കുകയാണെങ്കിൽ ഒരു ഇരുത്തം. കുറെ ആൾക്കാരെ പുസ്തകം വായിക്കുന്നുണ്ട്, കുറെ ആളുകൾ തൂങ്ങി ചെറുതായി ഉറക്കം, കുറെ ആളുകൾ വായനയിലാണ്. എന്റെ ഈ സൗണ്ട് ട്രെയിനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. TTR ട്രെയിൻ അറ്റൻഡർ വന്നിട്ട്, എക്സ്ക്യൂസ് മീ, യു പുട്ട് ഡൗൺ യുവർ ഫോൺ, നിങ്ങളെ ഫോൺ നിങ്ങൾ താഴെ വെക്കുമോ എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഇവിടെ ബഹളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ട്രെയിനിൽ, ഞാൻ അങ്ങനെ ഉറക്കെ ഫോൺ വിളിക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കിട്ടുന്ന സമയം അതിനാ ചെലവഴിക്കുന്നത്. വായന എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ ഇല്ല. അത് വായിക്കും, വല്ല ഫിത്തനന്റെ ന്യൂസ് ഉണ്ടെങ്കിൽ അല്ലേ, മാത്രം വന്ന് അതിലുണ്ട്, എന്നാ കൊണ്ടൊരു കോപ്പി കാണട്ടെ. ഇൽമ്, നല്ല വിഷയം പഠിക്കാൻ താഫിയായ ഒരു നിലവാരമില്ലാത്ത സാധനങ്ങളെ മനുഷ്യന്മാർ വായിക്കണത് എന്നാ അത് പത്രക്കാർക്ക് അറിയും ചെയ്യും. അതുകൊണ്ട് അത്തരം ന്യൂസ് ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ സരിതക്കഥയൊക്കെ കൂളായിട്ട് എല്ലാ ചാനൽ എന്തെല്ലാം ഇമ്പോർട്ടന്റ് വിഷയങ്ങൾ ലോകത്തുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതല്ലേ പത്രക്കാർ കൊടുക്കുക, ചാനലുകാർ കൊടുക്കുന്നത്. എന്തെല്ലാം ക്രിയേറ്റിവിറ്റി ലോകത്ത് നടക്കുന്നുണ്ട്, എന്തെല്ലാം ഇന്നോവേഷൻ, ഡിസ്കവറീസ്, വളരെ വലിയ പുരോഗമനമായ കാര്യങ്ങൾ രാജ്യത്ത് ഒരുപാട് നടക്കുക. അതൊന്നും ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഓൽക്കറിയാം. അവർക്കറിയാം ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഈ വ്യഭിചാരത്തിന്റെ കഥകളാ. കിടക്കട്ടെ ഫ്രണ്ട് പേജിൽ. ഒന്നുമില്ല, ഊഹാപോഹങ്ങളാ എന്നിട്ട് പറയാൻ.
വായന നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ആദ്യം അള്ളാഹുവിന്റെ കലാം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇഖ്റ, നിങ്ങൾ വായിക്കണേ എന്നാണ്. സമയം ചെലവഴിക്കാൻ ഇതിനോളം മഹത്തരമായത് ഒരു ഇംഗ്ലീഷ് ചെറിയൊരു കവിതയുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ടേക്ക് ടൈം ടു റീഡ്, ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. നിങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്തണം, അത് ബുദ്ധിയുടെ അടിസ്ഥാനം വായനയാണ്. വായിക്കാതെ പഠിക്കാതെ ബുദ്ധിയുള്ള വർത്താനം ഉണ്ടാവും. നമ്മൾ എത്ര ഷൂട്ടും കൂട്ടിട്ട് നടന്നിട്ടും കാര്യമില്ല. പഠിച്ചവനും പഠിക്കാത്തവനും ഒരു സെന്റൻസ് വായിന്ന് വീണാൽ മനസ്സിലാവും ഇവൻ ക്വാളിഫൈഡ് ആണോ അല്ലയോ. എത്ര കൂളിംഗ് ക്ലാസ് വെച്ച് നടന്നിട്ടും കാര്യമില്ല. വിദ്യാഭ്യാസമുള്ളവന്റെ വായിൽ ഒരു സെന്റൻസ് വന്നാൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാളെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു സെക്കൻഡ് മതി. അതെങ്ങനെയാന്ന് ചോദിച്ചു. ഓൻ സംസാരിക്കുമെങ്കിൽ ഞാൻ ഒരൊറ്റ സെക്കൻഡിൽ ഓനെ പറ്റി ഞാൻ പറഞ്ഞാൽ ഇവൻ ആൾ ഏതാ ക്വാളിറ്റി. അലി റളിയല്ലാഹു അൻഹു പറയാം, സംസാരിക്കില്ലെങ്കിൽ അവൻ മിണ്ടാത്ത ആളാണെങ്കിൽ എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ ഒരു ദിവസം ആവശ്യമായിട്ട് വരും. മിണ്ടാണെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം ഇവന്റെ ക്വാളിറ്റി എത്രയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ജീവിതം. നമ്മൾ പഠിച്ചെങ്കിലേ അല്ലാഹു തആല നമുക്ക് ഷറഫ് തരൂ. അതുകൊണ്ട് ഇഖ്റ, പഠിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പഠിക്കിൻ, സമയം അതിനുള്ളതാണ്. നമ്മുടെ ചാനലുകൾ മുഴുവനും സമയം നഷ്ടപ്പെടുത്താനുള്ളതാണെന്ന് സങ്കടത്തോടുകൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ എത്ര വലിയ 30 ഇഞ്ചോ 40 48 60 100 ഇഞ്ച് സ്ക്രീൻ, അതിന്റെ ഫ്ലാറ്റ് സ്ക്രീനുകൾ, അത് സാംസങ് ആവട്ടെ ഫിലിപ്സ് ആവട്ടെ വലിയ വലിയ കമ്പനികളാവട്ടെ, നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളുടെ ലിവിംഗ് റൂമുകളിൽ വലിയ വലിയ സ്ക്രീനുകൾ വെച്ചു എന്ന് വിചാരിക്കാം. ഇതിൽ കാണപ്പെടാൻ പോകുന്നത് നമ്മുടെ മലയാള ചാനലുകളല്ലേ? എന്താ അതിലെ ചർച്ച? നമ്മുടെ രാഷ്ട്രീയക്കാർ തോന്നിവാസം വിളിച്ചു പറയുന്നത് അല്ലേ? അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ വരുന്നത്. നമുക്ക് മീഡിയകളുണ്ട്, പക്ഷേ മെറ്റീരിയലുകളില്ല. അതാണ് വിഷയം. മൂല്യമുള്ള സാധനങ്ങളില്ല. അതുകൊണ്ട് ടേക്ക് ടൈം ടു റീഡ്, വായിക്കാൻ സമയം കണ്ടെത്തണം. ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. ബുദ്ധിയുടെ അടിസ്ഥാനം വായനയാണ്. ടേക്ക് ടൈം ടു പ്ലേ, കളിക്കാൻ കുറച്ച് സമയമാവാം. കുറച്ചു നേരം എക്സസൈസ്, ജോഗിങ്, നടത്തം, ഹലാലായ രീതിയിലുള്ള കളി, കുഴപ്പമില്ല. ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ്. മനുഷ്യൻ യുവാവായി നിലനിൽക്കുന്നതിന്റെ രഹസ്യം അതാണ്. പ്രായം തോന്നിയില്ല എന്ന് പറയും. അധ്വാനിക്കുന്ന ആളുകൾക്ക്, എക്സസൈസ് ചെയ്യുന്നവർ അങ്ങനെയാണ്. ടേക്ക് ടൈം ടു ബി അവെയർ, ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. ചുറ്റുപാടുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി സമയം കണ്ടെത്തണം. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്, എൻ്റെ അമ്മായിയുടെ മൂത്തമ്മയുടെ അമ്മാവന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്, എൻ്റെ അയൽപക്കത്തെ അവസ്ഥ എന്താണ്, അതിനും കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞേ പറ്റൂ ചുറ്റുപാടുകൾ. ടേക്ക് ടൈം ടു ലവ് ആൻഡ് ബി ലവ്ഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സമയം കണ്ടെത്തണം. അത് ആണ് പെണ്ണിനെ, പെണ്ണ് ആണിനെ അല്ല, മുഅ്മിൻ മുഅ്മിനിനെ, മുഅ്മിനത്ത് മുഅ്മിനത്തിനെ. ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന സമ്മാനം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കലാണ്. സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാൻ പ്രയാസമാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, അതിനിപ്പോൾ അയാളെ സമ്മതം വേണ്ടല്ലോ. ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നുണ്ടോ, അതിന് പ്രയാസം ഉണ്ടാവുന്നതാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, ടേക്ക് ടൈം ടു ബി ക്വയറ്റ്. കുറച്ചു നേരം മിണ്ടാതിരിക്കണം മനുഷ്യൻ. എപ്പോഴും വർത്താനം, എപ്പോഴും പടപടാന്ന് പറഞ്ഞൊരു സംസാരം വേണ്ട. കുറച്ചു നേരം ശാന്തമായിരിക്കും. ഇറ്റ്സ് ദ വേ ടു സീക്ക് ഗാഡ്. ദൈവത്തിന്റെ മുമ്പിലേക്ക് മനസ്സ് കൊടുക്കാൻ ഒരൽപ്പം നിന്റെ കണ്ണും കാതും മനസ്സും ശാന്തമാക്കി കൊടുത്തെങ്കിലേ പടച്ചതമ്പുരാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. മൊബൈലൊക്കെ ഓഫ് ചെയ്യുക, എല്ലാ ശുഗലും മാറ്റിവെച്ച് കുറച്ചു സമയം സ്വസ്ഥമായിരിക്കണം, ക്വയറ്റായിരിക്കണം. അത് അള്ളാഹുവുമായി, സൃഷ്ടാവുമായി സംവദിക്കാനുള്ള സമയമാണ്. ഇങ്ങനെ സമയത്തെ മനുഷ്യൻ ക്രമീകരിക്കണം എന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു 6 വർഷത്തിന്റെ ശേഷമാണ് ഗ്രന്ഥരചന തുടങ്ങുന്നത്. ആ ഗ്രന്ഥരചനയിൽ രാത്രിയുടെ അവസാനത്തിൽ ഒരു ഭക്ഷണം മാത്രമേ കഴിക്കൂ. അത് ഉമ്മ കൊണ്ടുവരും. മഹാനായ യഹ്യ തങ്ങളോട്, നബവി തങ്ങളോട്, യഹ്യ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഉമ്മ കുറച്ച് കഴിയട്ടെ, ഞാൻ എഴുതുകയാണ്. അങ്ങനെ കിതാബുകൾ എഴുതുമ്പോൾ മിൻഹാജും ഒരുപാട് കിതാബുകൾ, റിയാദുസ് സ്വാലിഹീൻ അടക്കം അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നില്ലേ?
ഉമ്മ ഇങ്ങനെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന എഴുതുന്ന ഇടയിൽ ഉമ്മ ഇങ്ങനെ വന്നിട്ട് കൊടുക്കും ഓരോരോ ഉരുള ഭക്ഷണം. അവസാനം എഴുതി കഴിയുമ്പോൾ ചോദിക്കും, ഉമ്മ ഭക്ഷണം തരീൻ. മോൻ കഴിച്ചല്ലോ. അല്ലാ ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ എഴുതുന്ന ഇടയിൽ ഉമ്മ കൊടുക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ സേവനം ചെയ്തുകൊണ്ടാ നമുക്ക് കിതാബെടുത്ത് നോക്കി പറഞ്ഞാൽ മതി എന്ന് അല്ലേ? സമയം അവർ അങ്ങനെ ചെലവഴിച്ചത്. അല്ലാമ ഇബ്നു ഷാഹീൻ 1000 വോള്യമാണ് ഖുർആനിന് തഫ്സീർ എഴുതിയത്. 1000 വോള്യം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, അള്ളാഹു സമയത്തിൽ അവർക്ക് കൊടുത്തൊരു ബറക്കത്ത് നോക്കൂ. 1000 വോള്യം. എവ്രി വോള്യം കണ്ടെയ്ൻസ് മിനിമം 600 പേജസ്. അപ്പൊ നോക്കി എത്രയായിരം പേജുകളാണ് 1000 വോള്യത്തിൽ കിടക്കുന്നത് എന്ന്. അത്രയും പേജുകൾ എഴുതിയ അല്ലാമ ഇബ്നു ഷാഹീൻ. 500 വോള്യം എഴുതിയ അല്ലാമ ഇബ്നു ഷാക്കിർ. അല്ലാമ ഇബ്നുൽ ജൗസി മില്യൺ കണക്കിന് പേജുകൾ എഴുതിയിരുന്ന അല്ലാമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ. അങ്ങനെ പോകുന്നു പണ്ഡിതന്മാരുടെ നിര. മഹാനായ സയന്റിസ്റ്റ് ഇബ്നു നഫീസ്, ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ഒരു മുസ്ലിം സയന്റിസ്റ്റാണ്, ഇബ്നു നഫീസ്. അവരുടെ പേര് അലാ ഇബ്നു നഫീസ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനായിരുന്നു, ശർഈ ഇൽമുകൾ മനസ്സിലാക്കിയ പണ്ഡിതനാണ് അലാ ഇബ്നു നഫീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ അവരെ സംബന്ധിച്ച് മഹാനായ ഇബ്രാഹിം റഷീദി തങ്ങൾ, ബുർഹാനുദ്ദീൻ ഇബ്രാഹിം റഷീദി തങ്ങൾ അവരുടെ ശിഷ്യനാണ്. പറഞ്ഞു, എന്റെ ഗുരുവിനെ ഞാൻ കണ്ടു. അദ്ദേഹം ഗ്രന്ഥരചന നടത്താൻ റൂമിലേക്ക് ഇരുന്നാൽ ചുറ്റുപാടും റൂമിലേക്ക് ഒരു നോട്ടമാണ്. എന്നിട്ട് പേന കൊണ്ട് എഴുത്തായി. പേന എഴുതാതെ അയാൾ വലിച്ചെറിഞ്ഞ് പുതിയ പേന എടുക്കും. പറയും, ഈ പേന ചെത്തിയെടുക്കുന്ന സമയം എനിക്ക് 2 വരി എഴുതാമല്ലോ. അങ്ങനെ ഗ്രന്ഥരചന നടത്തിയ മഹാനായ അല്ലാമ ഇബ്നു നഫീസ്. എന്നിട്ട് ആലോചിക്കുക, നമ്മളും അവരും എവിടെയാണ് കിടക്കുന്നത് എന്ന്. അല്ലാഹുവേ, ഞങ്ങളുടെ സമയം നീ തന്ന വലിയ അനുഗ്രഹമാണ്. അത് നിന്റെ മുമ്പിൽ ചെലവഴിക്കാൻ നീ തൗഫീക്ക് തരണേ തമ്പുരാനെ. ഒരു ഹോസ്പിറ്റലിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം. തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നമുക്കറിയാലോ, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് ഇച്ചിരി പ്രയാസമുള്ള സംഗതിയാണ്. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവിടെ ചെന്ന 2 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്ന 4 മണിക്ക്. ആ 2 മണിക്കൂർ പോയി. അത് വലിയൊരു പ്രയാസമുള്ള സംഗതിയാണ് നമ്മുടെ നാട്ടിൽ. എനിക്കറിയില്ല എങ്ങനെ അത് സോൾവ് ചെയ്യാന്നറിയില്ല. നമ്മളെല്ലാവരും പങ്ക്ച്വാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെ കാര്യം വരുമ്പോ അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി പങ്ക്ച്വാലിറ്റി. ഇവിടെ ഈ പ്രോഗ്രാം നടക്കുകയാണ്. ഈ മഹാന്മാരായ ഉസ്താദുമാർ ഇങ്ങോട്ടെത്താൻ അവരുടെ ഡ്രൈവർമാർ എത്ര റിസ്ക് എടുത്തിട്ട് വാഹനം ഓടിച്ചിരിക്കണം, സമയത്തെത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട്. എത്ര ദൂരങ്ങളിൽ നിന്ന് വരികയാണെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ? നേതാക്കന്മാർ 10 മിനിറ്റ് വൈകി എന്ന് പറയും. അവർ വരുന്നത് എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഊണ് ഉറക്കില്ലാതെ വരികയാണ്. എത്ര നേരത്തെ ഇറങ്ങണം, മക്കളെ കണ്ടിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. പങ്ക്ച്വാലിറ്റി. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്, 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ, അത് 2:30 ആയിക്കൂടാ, 2:05 ആയിക്കൂടാ. ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പങ്ക്ച്വാലിറ്റി. അത് നടക്കാറില്ല. ഹോസ്പിറ്റലിൽ ഒരു സുഹൃത്ത് പോയ അനുഭവം അദ്ദേഹം തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചത് ഞാൻ വായിച്ചു, അത് നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക്. ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. എന്റെ ഊഴം കിട്ടാൻ ഇനിയും ഒരു 7 പേർ എന്റെ മുമ്പിൽ കടന്നു പോകണം. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയൊരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളെന്തോ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ചെറിയൊരു പോക്കറ്റ് മുസ്ഹഫാണ്, ഒരു ഖുർആൻ. അതിലിങ്ങനെ ഓതുകയാണ്. അപ്പോഴേക്കും 2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു കഴിഞ്ഞു. ഇയാൾ ഓതുകയായിരുന്നു. അപ്പോഴും നിസ്കാരം കഴിഞ്ഞു. അവിടെ ബാങ്ക് വിളിച്ചു. ഞാനും അയാളും നിസ്കരിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലെ പ്രയർ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോ ഈ ചെറുപ്പക്കാരൻ സൊഫിൽ നിന്നപ്പോ അയാളുടെ അരികത്ത് തന്നെ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ അരികത്ത് പോയി നിന്നു. ഇവൻ ഖുർആൻ ഓതുക, ഇവനൊരു കുഞ്ഞിനേറ്റ് വന്നിരിക്കുകയാണ്. അവൻ ഖുർആൻ ഓതുകയാണ്. ആ നേരം നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ നിങ്ങളാ ചെയ്തത്, എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സന്തോഷം, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഖുർആൻ ഓതാൻ 1.5 മണിക്കൂർ നമ്മുടെ ഒരു ദിവസം നമുക്ക് കിട്ടാറുണ്ടോ? 1.5 മണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഇല്ല, നമുക്ക് കിട്ടില്ല. നമ്മൾ ഉണരുന്നു, ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം 1.5 മണിക്കൂറുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ